ശ്രീ രമേശ് നാരായണൻ സാറിന് ആസിഫ് അലി ഈ ഒരു പുരസ്കാരം നൽകിയിരിക്കുകയാണ്. ജയരാജ് സാറിന്റെ സിനിമയ്ക്ക് സംഗീതം നൽകിയിരിക്കുന്നത് അദ്ദേഹമാണ്. ഒരുപാട് പുരസ്കാരങ്ങൾ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ശ്രീ രമേശ് നാരായണൻ. കലയോളം തന്നെ കലാകാരനെ സ്നേഹിക്കുന്നവരാണ് മലയാളികളെന്ന് നമ്മൾ ഇന്നലെ തെളിയിച്ചു. പക്ഷെ അതിനൊപ്പം അദ്ദേഹത്തിന് എഗെയിൻസ്റ്റ് ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ ഉണ്ടാകുന്നതിനോട് എനിക്ക് ഒരു താല്പര്യമില്ല. അദ്ദേഹം മനഃപൂർവ്വം ചെയ്തതല്ല, അദ്ദേഹം അങ്ങനെ മനഃപൂർവ്വം ചെയ്യുന്ന ഒരാളല്ല. ഒരു മനുഷ്യനും അങ്ങനെ, ഒരു കലാകാരനും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഇതിൽ വേറൊരു ഡിസ്കഷനിലേക്ക് ഇതിനെ കൊണ്ടുപോകരുത്. ഇത് കഴിഞ്ഞതായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. കാലുഷ്യങ്ങളുടെ കഠിനകാലത്ത് കണ്ടോ കേട്ടോ നമുക്ക് പരിചയമില്ലാത്ത അനുതാപവും സഹിഷ്ണുതയും അനുഭവിച്ചു മലയാളി ഇന്ന്. കഴിഞ്ഞ ദിവസം പൊതുചടങ്ങിൽ സംഗീത സംവിധായകൻ രമേശ് നാരായണനാൽ അപമാനിക്കപ്പെട്ട ആസിഫ് അലി ഇന്ന് രമേശ് നാരായണന് വേണ്ടി രംഗത്ത് വന്നു. എല്ലാ മനുഷ്യർക്കും സംഭവിക്കാവുന്ന പിരിമുറുക്കത്തിൽ നിന്നുണ്ടായ റിയാക്ഷനായേ അതിനെ കാണുന്നുള്ളൂ എന്നും തനിക്കതിൽ വിഷമമോ പരിഭവമോ ഇല്ലെന്നും ആസിഫ് അലി പറഞ്ഞു. രമേശ് നാരായണനെതിരെ നടക്കുന്ന വിദ്വേഷ പ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്നും ആസിഫ് അലി പറഞ്ഞു. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു ആസിഫിന്റെ മാതൃക. ഹൃദയം കവർന്ന് ആസിഫ് അലി. കണ്ട് പഠിക്കുമോ കേരളം, വിദ്വേഷം അവസാനിക്കുമോ? ഈ ചർച്ചയിൽ സാമൂഹ്യ ചിന്തകൻ ശ്രീ എം എൻ കാരശ്ശേരി, അഡ്വക്കേറ്റ് സി ഷുക്കൂർ, അദ്ദേഹം അഭിഭാഷകനും പൊതുപ്രവർത്തകനും സിനിമാ താരവുമാണ്, ശ്രീ സജിൻ ബാബു സംവിധായകൻ, ശ്രീ രാഹുൽ ഈശ്വർ നിരീക്ഷകൻ, ശ്രീ വിനു കിരിയത്ത് തിരക്കഥാകൃത്ത് എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ചർച്ചയിലേക്ക് ആദ്യം ശ്രീ എം എൻ കാരശ്ശേരി. നമ്മൾ പൊതു സംവാദങ്ങളിൽ കാലുഷ്യങ്ങളാണ് അധികവും കാണുന്നത്, കഠോരമായ വാക്കുകളാണ് അധികവും കേൾക്കുന്നത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇന്ന് ആസിഫ് അലി സംസാരിക്കുന്നത് നമ്മൾ കേട്ടു. കഴിഞ്ഞ ദിവസം ഏറ്റ അപമാനത്തെ അദ്ദേഹം കൈകാര്യം ചെയ്തതും ഇതുപോലെയാണ്. അപ്പുറത്തുള്ള മനുഷ്യനെ അറിഞ്ഞാൽ, അതൊരു സിനിമയിലെ ഡയലോഗാണ്, അപ്പുറത്തുള്ള ആളുടെ ഉള്ളം അറിഞ്ഞാൽ ഒരു പ്രശ്നവും ആരും തമ്മിൽ ഉണ്ടാകില്ല എന്ന് ചലച്ചിത്ര താരമായ ആസിഫ് അലി കേരളത്തോട് പറയുമ്പോൾ അതിൽ നമുക്ക് പഠിക്കാനും ഉൾക്കൊള്ളാനും ഒരുപാടില്ലേ? തീർച്ചയായിട്ടും. അതായത് ഈ നിർഭാഗ്യകരമായ സംഭവം അപ്പോഴത്തെ പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദം കൊണ്ടായിരിക്കാം രമേശ് നാരായണൻ അങ്ങനെ പെരുമാറിയത്. അത് തീർച്ചയായിട്ടും അനുചിതമാണ്. ആ സന്ദർഭത്തിൽ തന്നെ വളരെ പാകതയോടുകൂടി വിവേകത്തോടു കൂടിയാണ് ആസിഫ് അലി പ്രതികരിച്ചത്. അദ്ദേഹം ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല. അദ്ദേഹം ഒരു ചെറു ചിരിയിൽ അത് ഒതുക്കി. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഇതൊരു ചർച്ച വന്നപ്പോൾ തൻ്റെ തെറ്റ് തിരിച്ചറിയുകയും കുറ്റം ഏൽക്കുകയും മാപ്പ് പറയുകയും ചെയ്തിട്ടുണ്ട് രമേശ് നാരായണൻ. അതിനപ്പുറത്ത് എന്താ അദ്ദേഹം ചെയ്യേണ്ടത്? അദ്ദേഹത്തിന് തെറ്റുപറ്റി, അത് നമ്മൾ മാത്രമല്ല പറയുന്നത്, അദ്ദേഹവും പറയുന്നു. പിന്നെ അതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല. അതും കഴിഞ്ഞിട്ട് പിന്നെ നവമാധ്യമങ്ങളിൽ, ഫേസ്ബുക്കിലും വാട്സപ്പിലും യൂട്യൂബിലൊക്കെ ഇത് ഒരു നിമിത്തമാക്കിയിട്ട് പല തരത്തിലുള്ള വെറുപ്പിൻ്റെ സിദ്ധാന്തങ്ങൾ വരികയാണ്. അങ്ങനെ ആ ഒരു സന്ദർഭം ഉപയോഗിച്ച്, ഇപ്പോൾ അവർ രണ്ടുപേരും ഒരേ രംഗത്തുള്ള ആളുകളാണ്. ആസിഫ് അലി നടനാണ്, രമേശ് നാരായണൻ സംഗീത സംവിധായകനാണ്. തീർച്ചയായിട്ടും പരസ്പരം സഹകരിക്കേണ്ടവരും പരസ്പരം ബഹുമാനിക്കുന്നവരും ആയ ആളുകളാണ്. അപ്പോൾ തൽക്കാലം തൻ്റെ പേര് വിളിച്ചില്ല, അത് കഴിഞ്ഞു. പിന്നെ പേര് വിളിച്ചപ്പോൾ തെറ്റി വിളിച്ചു തുടങ്ങിയിട്ടുള്ള ഒരു സമ്മർദ്ദത്തിലാണ് ശ്രീ രമേശ് നാരായണൻ ഉള്ളത്. അപ്പം നമ്മൾ ഇപ്പോൾ നവമാധ്യമങ്ങൾക്ക് ഒരു അവസരം കിട്ടി എന്ന മട്ടിലാണ് അവർ പെരുമാറുന്നത്. വലിയ കഷ്ടമാണത്. എന്താ കാരണം വെച്ചാൽ ഇത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കാര്യമാണ്. അവർ തമ്മിൽ ഒരു പ്രശ്നമില്ല. പ്രശ്നം ആർക്കാണ്? കണ്ട നമ്മക്കാണ്. അപ്പോൾ ആസിഫ് അലി പിന്നെ പത്രക്കാരോട് പറയുമ്പോൾ അതിനെപ്പറ്റി തനിക്ക് അദ്ദേഹത്തോട് യാതൊരു കയ്പുമില്ല. ഈ തരത്തിലുള്ള കയ്പിൻ്റെ ചർച്ചകൾ നടത്തുന്നത്, വെറുപ്പിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നത് അങ്ങേയറ്റം മോശമാണ് എന്ന് പറയുമ്പോൾ ഒരു കലാകാരൻ പറയേണ്ട വാക്കുകളാണ് ആസിഫ് അലി പറയുന്നത്. അത് നമുക്കൊക്കെ പാഠമാണ്. അത് പ്രധാനമായിട്ടും എന്തെങ്കിലും ഒരു അവസരം കിട്ടിയാൽ ഉടനെ അതിനകത്ത് ജാതിയും മതവും പറയുക. എന്തൊരു നിലവാരമാണ് നമ്മുടെ മലയാളികൾക്ക്, എനിക്ക് മനസ്സിലായിട്ടില്ല. അതിനകത്ത് പാർട്ടി പറയുക, അതിനകത്ത് പ്രാദേശികത പറയുക, അതിനകത്ത് ക്ലിക്ക് പറയുക, ഒക്കെ ഇതൊക്കെ ആളുകൾ തമ്മിൽ അവർ തമ്മിലല്ല അകലാര് തമ്മിലാണ്? ഈ ഫേസ്ബുക്കിലും വാട്സപ്പിലും യൂട്യൂബിലൊക്കെ വന്ന് ഇവർക്ക് വേണ്ടി എന്ന മട്ടിൽ അംഗം വെട്ടുന്ന ആളുകളാണ്.
അവരെന്തിൻ്റെ അംഗമാണ് വെട്ടുന്നത്? കലയുടെ അംഗമല്ല, സംസ്കാരത്തിൻ്റെ അംഗമല്ല. അവർ ജാതി വികാരത്തിൻ്റെയും മതവിദ്വേഷത്തിൻ്റെയും ഒക്കെ അംഗമാണ് വെട്ടുന്നത്. അത് തീർച്ചയായിട്ടും നമ്മുടെ അന്തരീക്ഷം ചീത്തയാക്കും. അതിൽ നിന്ന് പിന്തിരിയണം എന്ന് ആസിഫ് അലി പറഞ്ഞു. അതിനു മുമ്പ് തന്നെ രമേശ് നാരായണൻ മാതൃകാപരമായ രീതിയിൽ കുറ്റം ഏറ്റു മാപ്പ് പറഞ്ഞു. നമ്മുടെ രാഷ്ട്രീയ രംഗത്തുള്ള എത്ര പേര് അവനവന് പറ്റിയ തെറ്റ് ഏൽക്കും എന്ന് ആലോചിക്കുക. അവരെത്ര പേരാണ് ഞാനതിൽ ഖേദിക്കുന്നു, ഞാനതിൽ വ്യസനിക്കുന്നു, ഞാനതിന് മാപ്പ് ചോദിക്കുന്നു എന്ന് പറയാറില്ല. അപ്പോൾ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ പലരും അവരുപയോഗിച്ച കെട്ട വാക്കുകളുടെ പേരിൽ ഇന്നും ആക്ഷേപിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അവരൊരിക്കലും അത് തിരിച്ചറിയുകയോ പിൻവലിക്കുകയോ ഖേദം പ്രകടിപ്പിക്കുകയോ ചെയ്യുന്നില്ല. അങ്ങേയറ്റം പറയുന്ന എന്താണ്? രാഷ്ട്രീയ രംഗത്ത് ജാഗ്രത കുറവുണ്ടായിന്ന തെറ്റുപറ്റാത്ത ആളുകളാണ് ഇവരൊക്കെ. അപ്പോൾ മനുഷ്യന് തെറ്റുപറ്റുമ്പോൾ മറ്റുള്ളവരുടെ ഉത്തരവാദിത്തം എന്താണ്? ആ തെറ്റ് അദ്ദേഹം തിരിച്ചറിഞ്ഞാൽ അദ്ദേഹത്തെ പഴയ മാതിരി തന്നെ പരിഗണിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാന്നുള്ള. അതുകൊണ്ട് ഇനി ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത് രമേശ് നാരായണനോ ആസിഫ് അലിക്കോ മലയാളത്തിൻ്റെ സംസ്കാരത്തിനോ ചേർന്നതല്ല. അത് ചില ആളുകളുടെ മാനസികമായ വൈകൃതങ്ങൾ പുറത്തു കൊണ്ടുവരാനുള്ള ഒരു വേദിയായിട്ട് അവർ ഉപയോഗിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഒരാൾ മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആത്മാർത്ഥമല്ല എന്ന് പറയുന്ന എന്ത് അവയവമാണ്, എന്ത് യന്ത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്? അത് പറഞ്ഞാണല്ലോ ഇപ്പോൾ തർക്കം. അത് അയാൾക്ക് മാപ്പ് പറയാൻ പാടില്ല എന്നോട് പറയാൻ പാടുണ്ടോ? മാപ്പ് പറയുന്ന ആത്മാർത്ഥമല്ല എന്ന് ഏത് കോടതിയാണ് വിധിക്കുക? അങ്ങനെ ഒരു സംഗതി ഇല്ലല്ലോ. നമുക്ക് ഒരാളുടെ വാക്കാണ്, എല്ലാം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റമാണ്, ഇതും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റമാണ്. രമേശ് നാരായണൻ്റെ അനുചിതമായ പെരുമാറ്റത്തെ വിമർശിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആ വിമർശിച്ചവർ അദ്ദേഹം ഉചിതമായ രീതിയിൽ മാതൃകാപരമായ രീതിയിൽ തെറ്റേറ്റു പറഞ്ഞ് മാപ്പ് പറഞ്ഞാൽ അത് അംഗീകരിച്ച് അദ്ദേഹത്തെ അംഗീകരിക്കണം. അതല്ലാത്തതൊക്കെ തീർച്ചയായിട്ടും വളരെ കഷ്ടമാണ്. മനുഷ്യൻ്റെ സമയവും അധ്വാനവും മനസ്സും നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സന്ദർഭം കൂടിയാണിത് എന്നാണ് അഭിലാഷ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും വ്യക്തമാണ്. ശ്രീ അഡ്വക്കേറ്റ് സി ഷുക്കൂർ, ആസിഫ് അലിക്ക് വലിയ പിന്തുണയാണ് കേരള സമൂഹം നൽകിയത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ അത് ദൃശ്യമായിരുന്നു. അത് തികച്ചും സ്വാഭാവികമാണ്. കാരണം ആസിഫ് അലി എന്ന നടൻ അപമാനിക്കപ്പെട്ടു. അതേസമയം മറ്റൊരാളുടെ ധാർഷ്ട്യവും നമ്മൾ കണ്ടു. ആ വേളയിൽ സ്വാഭാവികമായി ഉണ്ടാവുന്ന ഐക്യദാർഢ്യം ഉണ്ടായി. പക്ഷെ അത് കഴിഞ്ഞ് അത് കുറെ ഒരു വിദ്വേഷ നിലവാരത്തിലേക്ക് പോകുന്നത് ആശങ്കാജനകമായിരുന്നു. ആസിഫ് അലി തന്നെ മുന്നോട്ട് വന്ന് ഹെയ്റ്റ് ക്യാമ്പയിൻ പാടില്ല, നിങ്ങൾ തന്ന പിന്തുണയ്ക്ക് നന്ദി, പക്ഷേ ഹെയ്റ്റ് ക്യാമ്പയിൻ പാടില്ല എന്ന് പറയുമ്പോൾ അത് സമൂഹത്തിന് ആകെ കൊടുക്കുന്ന സന്ദേശമുണ്ട്. സാധാരണ നിലയിൽ രണ്ടുപേർ തമ്മിൽ തർക്കമുണ്ടായാൽ, അത് രാഷ്ട്രീയ രംഗത്തോ പൊതുരംഗത്തോ ഇനി എന്തിന് സിനിമാ താരങ്ങൾ തമ്മിലോ ഒക്കെ ഉണ്ടായാൽ അങ്ങനെയൊന്നും ഉണ്ടാകാറില്ല. പക്ഷേ ഇവിടെ അത് നമ്മളൊരു പുതിയ സ്റ്റാൻഡേർഡ് നിശ്ചയിച്ചു എന്നുള്ള നിലയിൽ കാണാമോ? തീർച്ചയായും. ഞാൻ ആദ്യം മാതൃഭൂമിയെ അഭിനന്ദിക്കുകയാണ്. ഞാൻ ഈ ചർച്ചയ്ക്ക് അഭിലാഷ് വിളിച്ച സമയത്ത് വാസ്തവത്തിൽ എന്തിനാണ് ഈ ചർച്ച എന്ന് ആലോചിച്ചിരുന്നു. പക്ഷേ ഈ സബ്ജക്റ്റ് പറഞ്ഞ സമയത്ത് ആസിഫ് അലി ചെയ്ത വലിയ ഒരു പ്രവൃത്തിയെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് മാതൃഭൂമിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. തീർച്ചയായും അദ്ദേഹം ബഹുമാനപ്പെട്ട കാരശ്ശേരി സാറ് പറയുന്നത് പോലെയല്ല, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന പബ്ലിക് ഫിഗറാണ്. സിനിമാ താരങ്ങൾ, സംഗീത സംവിധായകരൊക്കെ പബ്ലിക് ഫിഗേഴ്സാണ്. അവരുടെ എല്ലാ പ്രവൃത്തികളും എല്ലാ കാലത്തും സമൂഹം നിരീക്ഷിക്കുന്നുണ്ട്. അവരെന്ത് ചെയ്യുന്നു, എന്ത് പ്രവർത്തിക്കുന്നു വളരെ പ്രധാനപ്പെട്ടതാണ്. മമ്മൂട്ടി സാറ് മുമ്പൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ പുകവലിയുടെ നിർത്താൻ കാരണം അത് വേറെ ആരെങ്കിലും അനുകരിക്കാതിരിക്കാൻ വേണ്ടിയാണെന്നാണ്. അത് നമ്മൾ ആരായാലും, ഈ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവരായാലും സെലിബ്രിറ്റീസ് സ്റ്റാറ്റസിലുള്ള മുഴുവൻ ആൾക്കാരും എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും വളരെ ഗൗരവത്തോടു കൂടി ആലോചിക്കണം അവരെന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. തീർച്ചയായും രമേശ് നാരായൺ സാറിൻ്റെ പ്രവൃത്തി നമുക്കെല്ലാവർക്കും വേദന ഉണ്ടാക്കിയതാണ്. അദ്ദേഹത്തിൻ്റെ പോലുള്ള ഇരുത്തം വന്നൊരു കലാകാരൻ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഈ സംഗീതമൊക്കെ എന്ന് പറയുന്നതൊക്കെ വലിയ സാധനയും ക്ഷമയൊക്കെ ആവശ്യമുള്ള ഒരു രംഗമാണ്. നമ്മൾ അഭിനയം പോലെയല്ല, അതിനേക്കാൾ കുറേ കൂടി കഠിനമായ സംഗതിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അത്രയും എക്സ്പീരിയൻസുള്ള ഒരാളിൽ നിന്ന് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യമാണ് അവിടെ ഉണ്ടായത്. പക്ഷേ ഇന്ന് ആസിഫ് അലി വളരെ വ്യക്തമായി അദ്ദേഹത്തിനുണ്ടായ ഈ രമേശ് സാറിൻ്റെ മാനസികാവസ്ഥ എന്തായിരുന്നു, രമേശ് നാരായണൻ്റെ മാനസികാവസ്ഥ എന്താണ്, എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ പ്രവർത്തിച്ചു എന്ന് വളരെ വ്യക്തമായിട്ട് ആസിഫ് അലി പറയുന്നതോട് കൂടിയിട്ട് നമ്മൾ ആ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അപ്പുറത്തിന് സംഗതി പ്രശ്നങ്ങൾക്ക് അപ്പുറത്തേക്ക് സമൂഹത്തിൽ തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്തൊരു വിഷയത്തിൽ ആസിഫ് അലി ഇന്നലെ ശ്രീ രമേശ് നാരായണൻ അദ്ദേഹം ക്ഷമാപണം വളരെ വ്യക്തമായിട്ട് യാതൊരു കളങ്കവുമില്ലാതെ അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങൾ മുഴുവൻ വിശദീകരിക്കുകയും ഇന്ന് ആസിഫ് അലി അത് എൻഡോസ് ചെയ്യുന്ന രീതിയിൽ സമീപനം കൈക്കൊള്ളുകയും ചെയ്തപ്പോൾ തീർച്ചയായും മലയാളികൾ എന്ന നിലയിൽ നമ്മൾ അഭിമാനിക്കേണ്ട ഒരു ദിവസമാണെന്ന് എനിക്ക് തോന്നുന്നു.
ഒരു പക്ഷേ കേരളത്തിൽ മാത്രം സാധ്യമാകുന്ന ഒരു രീതിയായിരിക്കും ഇതിപ്പം നമ്മൾ ഉത്തരേന്ത്യയിലോ അല്ലെങ്കിൽ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലോ നമ്മൾ ഇത്ര ഒരു സംഗതി ഉണ്ടായാൽ ഇങ്ങനെ ആയിരിക്കില്ല ഈ കാര്യം പ്രതികരണം ഉണ്ടാവുക. പക്ഷേ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ സൊസൈറ്റിയിലുള്ള ഹാർമണി അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള ഇത്രയും നല്ല ബന്ധങ്ങൾ ഈ സോഷ്യൽ ഫാബ്രിക് തകരാറാക്കുന്ന രീതിയിൽ വലിയ രീതിയിൽ ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്താൻ വേണ്ടിയിട്ട് ഈ സംഭവത്തെ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തുന്നുള്ളത് വളരെ ഖേദകരമായ സംഗതിയാണ്. മുതിർന്ന ആൾക്കാർ പോലും വളരെ കവികളും എഴുത്തുകാരാക്കിയ മുതിർന്ന ആൾക്കാർ പോലും ഈ സംഗതി ഹെയ്റ്റ് ക്യാമ്പയിന് വേണ്ടി ഉപയോഗിക്കുന്നത് വളരെ സങ്കടകരമായ ഒരു സംഗതി തന്നെയാണ്. അതിനെ തിരിച്ചറിയാൻ മലയാളി കഴിയുന്നു എന്നുള്ളതാണ് ഇന്ന് ആസിഫ് അലിൻ്റെ നിലപാടിന് കിട്ടുന്ന പിന്തുണ. മാതൃഭൂമി ചർച്ച നടത്തിയത് തന്നെ ആ കാര്യത്തിൽ. ഇത് ഇത്രയും വലിയ ചർച്ച ചെയ്യേണ്ട വിഷയമാണെന്നോ എന്ന് ഇവിടേക്ക് വരുമ്പോൾ തോന്നി എനിക്ക് ആസിഫ് അലിയുടെ നിലപാടിനെ പ്രകീർത്തിക്കാനും അത് മാതൃകാപരമാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താനും വരുന്ന തലമുറക്കും നമ്മൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും ഞാൻ ഇന്ത്യക്കാരനാണ്, മലയാളിയാണ് എന്ന അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയുന്നത് വർഷങ്ങളായിട്ട് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന മനുഷ്യർ തമ്മിലുള്ള വളരെ ആഴത്തിലുള്ള ബന്ധം കൊണ്ട് തന്നെയാണ്. ആ ബന്ധത്തിന് ഈ തലമുറയിൽ യാതൊരു കോട്ടം സംഭവിച്ചിട്ടില്ല എന്നും ഏറ്റവും പുതിയ ജനറേഷനെ പ്രതികരിക്കുന്ന ആസിഫ് അലി പോലും അതിന് വികാരം ഉൾക്കൊള്ളുന്നു എന്നുള്ളതും മലയാളി എന്നതിൽ നമുക്ക് അഭിമാനകരമായ സംഗതിയാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായും അതാണ് അതിന്റെ പോയിന്റ്. അവിടെ ശ്രീ രാഹുൽ ഈശ്വർ എതിരെ നിൽക്കുന്നവന്റെ മനസ്സ് കണ്ടാൽ പിന്നെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ജിസ് ജോയുടെ സിനിമയിലെ ഡയലോഗാണ്. ഇന്ന് ആസിഫ് അലി ഈ സംഭവത്തിൽ ആ വാചകമാണ് പറഞ്ഞത്. ഇവിടെ നോക്കൂ, ഇപ്പോൾ ഇന്നലെ അദ്ദേഹം രമേശ് നാരായൺ ഈ ന്യായീകരണങ്ങളൊക്കെ പറയുമ്പോൾ അത് ന്യായീകരണമായിട്ടാണ് നമുക്ക് തോന്നിയത്. അതായത് അദ്ദേഹത്തിന്റെ പേര് ആദ്യം വിളിച്ചില്ല, പിന്നെ വിളിച്ചപ്പോൾ പിന്നെ അങ്ങോട്ട് പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ ഒരു വല്ലാത്ത നിലയിൽ എന്ന് പറഞ്ഞാൽ അത്ര നല്ല നിലയ്ക്കല്ലാത്ത നിലയിൽ ഒരു ആദരവ് എന്നുള്ള കാര്യം വരുന്നു. അതിൽ തന്നെ പേര് വിളിച്ച് തെറ്റുന്ന ഒരാൾക്ക് സ്വാഭാവികമായും ക്ഷോഭം ഉണ്ടാവാനുള്ള കാര്യം ഉണ്ട്. പക്ഷേ ആ ക്ഷോഭം പ്രകടിപ്പിക്കുന്നത് മറ്റൊരാളെ അപമാനിച്ചുകൊണ്ടാവരുത് എന്നുള്ളതാണ് അതിലെ കാതലായ വിഷയം. എന്തായാലും ആ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ അങ്ങനെ ആയിരിക്കും എന്ന് ആസിഫ് അലി പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു വലിയ കാര്യമാണെന്നല്ലേ? സംശയമില്ല. അതായത് ഇത് നമ്മൾ പറയാറുണ്ട് വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുടങ്ങിയെന്നൊക്കെ. ശരിക്കും കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത് പറയാൻ കഴിയുന്നത് പുച്ഛത്തിന്റെ സൂപ്പർ മാർക്കറ്റിൽ അദ്ദേഹം പരസ്പര ബഹുമാനത്തിന്റെ കട തുടങ്ങിയാണ് ആസിഫ് അലി നല്ല രീതിയിൽ നമുക്കൊരു മാതൃക കാണിച്ചത്. കാര്യം നമുക്ക് മലയാളികൾ ഒരുപാട് കാര്യത്തിൽ മെച്ചമുണ്ട്. പക്ഷേ നമ്മുടെ ഒരു ദേശീയ ഉത്സവം ഓണമാണെന്ന് പറയുന്ന പോലെ ദേശീയ വികാരമാണ് പുച്ഛം. എല്ലാവരോടും ഒരു ലോഡ് പുച്ഛമാണ് നമ്മളിങ്ങനെ വാരി വിതറുന്നത്. വിശ്വാസിയോട് പുച്ഛം, വിശ്വാസിയോട് പുച്ഛം, ഈ പാർട്ടിക്ക് ആ പാർട്ടിയോട് പുച്ഛം. അപ്പോൾ ഈ പുച്ഛം എന്ന വാക്കിന് സമാനമായ പെട്ടെന്നൊരു ഇംഗ്ലീഷ് വാക്ക് പോലും കണ്ടെത്താൻ കഴിയില്ല. ഡിസ്ഡെയിൻ എന്നൊക്കെ പറയാമെങ്കിൽ നമ്മുടെ മലയാളിയുടെ പുച്ഛമാണ് പോടാ എന്ന് നമ്മുടെ ആവേശത്തിലെ വാക്ക് വേറൊരു ഭാഷയിൽ പോലും ആ രീതിയിലില്ല. അപ്പം നമുക്ക് മാത്രമുള്ളൊരു രസമാണ്. ഭരതമുനിക്ക് പോലും അത്ര കണ്ടില്ലാത്ത നവരസങ്ങളിൽ ഒന്നാണ്. അപ്പം അത്തരം കാര്യങ്ങളെ അതിജീവിച്ച് ഇന്നലെ ആസിഫ് അലി നല്ല ചിരിച്ചൊരു മാന്യതയെ ചെന്നപ്പോൾ എല്ലാവരും അത് എന്താ പറയുക അപ്രീഷിയേറ്റ് എടുത്തു. ഇന്നലെ ഞാൻ ജിസ്ജോയുടെ വീട്ടിൽ നിന്ന് ഉണ്ടായിരുന്നു. ഞാൻ ജിസ്ജോ അരുൺ നാരായണനൊക്കെ ഞങ്ങൾ സംസാരിച്ചു. ആസിഫ് അലി മാന്യമായിട്ട് പെരുമാറി നമുക്ക് എല്ലാവർക്കും തോന്നി. പക്ഷേ ഇന്ന് ആസിഫ് അലി അതിൻ്റെ ഡബിൾ സിക്സറാണ് അടിച്ചത്. അതായത് ഇന്ന് നമ്മുടെ ഈ ബാഹുബലി സിനിമയുടെ ഏറ്റവും നല്ല സീൻ എന്ന് പറഞ്ഞാൽ ഇന്റർവെൽ സീനിൽ ആ ഒരു വലിയ വിഗ്രഹം പ്രതിഷ്ഠിക്കുമ്പോൾ അതിൻ്റെ മേളിൽ ബാഹുബലി വളരുന്നതായിട്ടൊരു സീനുണ്ട്. അതേപോലെ ആസിഫ് അലി വന്ന് എനിക്ക് അദ്ദേഹത്തെ മനസ്സിലായി. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പേര് മാറിയോണ്ടുള്ള വിഷമം കൊണ്ടായിരിക്കാം ഇതൊരു വിദ്വേഷ ക്യാമ്പയിൻ ആകരുത്, ഇതിൽ പലരും മതത്തെ ഇൻവോൾവ് ചെയ്യാൻ. ആസിഫ് അലി ശരിക്കും ഒരു വളരെ എക്സ്പീരിയൻസ്ഡും മെച്ചുവർ ഒരു സോഷ്യൽ തിങ്കർ, കാരശ്ശേരി മാഷൊക്കെ പറയുന്ന ഒരു ലെവലിൽ നിന്ന് വളരെ മെച്ചുവറായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യരുത്. ഇനി അദ്ദേഹത്തിനെതിരെ ഹേറ്റ് ക്യാമ്പയിൻ നിർത്താൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അവിടെ ഷുക്കൂർ സാർ പറഞ്ഞൊരു കാര്യം കൂടെ പ്രധാനമാണ്. ഞാനടക്കം നമ്മളെല്ലാം ചാനൽ ചർച്ച ഇരിക്കുമ്പം ദേശീയ മാധ്യമങ്ങളും നമ്മളും കേരളം ഒക്കെ ആണെങ്കിലും വിയോജിപ്പ് മാത്രമാണ് ഹൈലൈറ്റ് ചെയ്യുക. ഇപ്പം നമ്മുടെ സത്യഭാമ മാഡത്തിൻ്റെ കാര്യം ചർച്ച ചെയ്യാൻ എല്ലാവർക്കും താല്പര്യമാണ്. കാര്യം അവിടെ ഒരു ഫൈറ്റും അടി അങ്ങോട്ടും ഇങ്ങോട്ടും കാണും. നന്മ വരുമ്പോൾ നമ്മൾ ഒരിക്കലും ഹൈലൈറ്റ് ചെയ്യാറില്ല. കാര്യം ഹൈലൈറ്റ് ചെയ്യാൻ സ്പേസ് ഇല്ല. പിന്നെ എന്ത് ചർച്ച ചെയ്യും? എല്ലാവരും യോജിച്ചല്ലോ എന്ന് പറയും. പക്ഷേ അതിനപ്പുറം ഒരു മണിക്കൂർ എടുത്ത് ആസിഫ് അലി ചെയ്ത ആ നന്മയെ ഹൈലൈറ്റ് ചെയ്യുകയും അതിൻ്റെ ന്യൂവാൻസുകളുണ്ട്. ആസിഫ് അലി ഉപയോഗിച്ച ഭാഷ, പുള്ളിയുടെ പോസിറ്റിവിറ്റി, ചെയ്ത കാര്യങ്ങൾ, ചുറ്റുമുള്ളവരെടുത്ത നിലപാട്. ശ്രീ സിദ്ദിഖൊക്കെ അമ്മയുടെ വളരെ രസകരമായിട്ടൊരു പ്രയോഗമാണ് അദ്ദേഹം നടത്തിയത്. അപ്പം ആ ഗർവിന് നേരെ നോക്കി ചിരിച്ച നിന്റെ ആ ചിരിയാണ് സംഗീതം എന്നൊക്കെ പറയുന്നത് വളരെ മനോഹരമായ ആൾക്കാർ ചെയ്തു. പിന്നെ ചില ആൾക്കാരെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിലെ 1% ഉള്ളൂ, അതൊരു ബ്രാഹ്മണിക് ഹെജുമണിയാണ് എന്നൊക്കെ പറഞ്ഞ വാദങ്ങളിലേക്ക് കൊണ്ടുപോയി. അങ്ങനെയല്ല. പുള്ളിക്ക് ശ്രീ രമേശ് നാരായണ സാർ വലിയ പണ്ഡിതനാണ്. പുള്ളിയുടെ പേര് തെറ്റായി പറഞ്ഞു. ഒരുപക്ഷെ അതിൻ്റെ മനോഹരത്തിൽ പുള്ളി ഇരുന്നതായിരിക്കാം. അതിൻ്റെ പേരിൽ പുള്ളി റിയാക്ട് ചെയ്തു. അതിൻ്റെ അരിച്ച ആസിഫ് അലിയോട് പോകേണ്ടി വന്നു. അപ്പോൾ ആ രീതിയിൽ അപ്പുറം വളരെ പോസിറ്റീവായി ഇത്തരം കാര്യങ്ങൾ പോയി എന്നുള്ളത് സന്തോഷിക്കാൻ കഴിയുന്ന കാര്യമാണ്. അത് വളരെ പോസിറ്റീവാണ്. മാത്രമല്ല തലവൻ്റെ ഈ ശനിയാഴ്ചയാണെന്ന് തോന്നുന്നു തലവൻ്റെ 60th ഡേ എന്തോ ഉണ്ട്. ഞാനപ്പോൾ അവരോട് പറഞ്ഞു പറ്റുമെങ്കിൽ രമേശ് നാരായണ സാറിനെ കൊണ്ട് വിളിക്കണം. അരുണും
നവീനും ജിസോയും ഉണ്ട്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ രമേശ് നാരായണൻ സാറിനെ വിളിച്ചൊരു ആദരവും കൂടെ കൊടുത്താൽ ഒരു പോസിറ്റീവ് എൻഡിങ് ഇത്തരം കാര്യങ്ങൾക്കുണ്ടാകുന്നത് വലിയ കാര്യമാണ്. വിയോജിപ്പുകൾക്കപ്പുറം യോജിപ്പ് കണ്ടെത്താൻ മേഖലകൾ നമ്മുടെ ഇടയിൽ ഉണ്ടെന്ന് കാണുന്നത് വലിയ കാര്യമാണ്. അപ്പൊ ഇനി ആസിഫ് അലിയെ കാണുമ്പോൾ നമ്മളൊരു അമരേന്ദ്ര ആസിഫ് അലി എന്നൊക്കെ വിളിക്കുന്ന രീതിയിൽ ഒരു വലിപ്പം ആസിഫ് അലിക്ക് വന്നിട്ടുണ്ട്. അത് വലിയ അഭിമാനം, സ്നേഹം. ആസിഫ് അലി ചക്കരയാണ്, മുത്താണ്. തീർച്ചയായും. അവിടെ ശ്രീ വിനു കിരീത്, എന്തുകൊണ്ടാണ് ഈ ഇന്നത്തെ ആസിഫ് അലിയുടെ വളരെ ഹ്രസ്വമായ സംഭാഷണം ഇത്രയധികം ചർച്ചയാവുന്നത് എന്ന് ചോദിച്ചാൽ, സാധാരണ ഒരാളെ അപമാനിച്ചാൽ തിരിച്ച് അതിന്റെ 10 തിരികെ പറയുക അല്ലെങ്കിൽ തിരികെ ചെയ്യുക, ഇതാണ് നമ്മുടെ ഒരു സാമ്പ്രദായികമായ രീതി. നമ്മൾ ടെലിവിഷനിലും ഒക്കെ അത് ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ കാലുഷ്യം നിറഞ്ഞ, അങ്ങോട്ടും ഇങ്ങോട്ടും പോർവിളികൾ നിറയുന്ന, ഇനി സ്നേഹത്തിൽ പറയുമ്പോഴും അതിന് കൂടുതൽ ഒരു കുത്തു കൊടുക്കുന്ന തരത്തിലുള്ള വ്യവഹാരങ്ങൾ കണ്ടു പരിചയിച്ച് നമുക്ക് ഒരാൾ വളരെ കാര്യമായി, വളരെ ആത്മാർത്ഥമായി അദ്ദേഹത്തിന് തെറ്റ് പറ്റിയതല്ല, ആ ഒരു നിമിഷത്തിന്റെ കാര്യമാണ് എന്ന് പോലും പറയുന്ന നിലയിലേക്ക് വരുന്നത് അത്ഭുതകരമായി തോന്നി. എനിക്കത് അത്ഭുതകരമായി തോന്നി. അതുകൊണ്ടാണ് ഞാൻ കോൺഫ്ലിക്റ്റ് ഒന്നും ഇല്ലാത്ത ഒരു ചർച്ച ഒരു മണിക്കൂർ നടത്താമെന്ന് ഇന്ന് തീരുമാനിച്ചത് പോലും. നോക്കൂ, എളിമയാണ് ഒരു കലാകാരനെ വലിയവനാക്കുന്നത്. അത് യാതൊരു സംശയമില്ല. നമ്മൾ ഒരുപാട് സിനിമകൾ, ശങ്കരാഭരണം എന്ന് പറഞ്ഞ സിനിമ എടുത്താലും, ഭരതം എന്ന സിനിമ എടുത്താലും, സാഗര സംഗമം എടുത്താലും, അതിനകത്തൊക്കെ അഹങ്കാരം കൊണ്ട് നശിക്കുന്നവരുടെ കഥയാണ്. നമുക്ക് നിത്യജീവിതത്തിലും അറിയാം. അഹങ്കരിച്ച കലാകാരന്മാരെല്ലാം തകർന്നിട്ടേ ഉള്ളൂ. അഹങ്കാരം ഒന്നിനും ഒരു പോംവഴിയല്ല. ആരും വലിയവനായിട്ടല്ല ജനിക്കുന്നത്, ആരും ചെറിയവനായിട്ടും അല്ല ജനിക്കുന്നത്. ഞാൻ വലുത് തന്നെയാണ്. അപ്പോൾ ഞാൻ മറ്റൊരാളെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ജോസ് തോമസ് എന്നൊരു സംവിധായകനുണ്ട് ഈ പരിപാടി ചെയ്യാനായിട്ട്. നമ്മൾ ആസിഫ് അലിയുടെ ഇവരും തമ്മിൽ പറഞ്ഞു തീർത്തു, ശരിയാണ്. പക്ഷെ ഒരു ടോട്ടൽ അവിടെ ഇരുന്ന ക്രൗഡിനെ ഉൾപ്പെടെ വേദനിപ്പിച്ചത് പണ്ടാണെങ്കിൽ അത് 2 ദിവസം കഴിയുമ്പോൾ പോകും. ഇന്ന് ഈ യൂട്യൂബ് എന്നൊരു സാധനം കിടക്കുകയാണ്. ലൈഫ് ലോങ് ഈ വീഡിയോ ഇവിടെ കിടക്കും. രമേശ് നാരായണൻ എന്ന വ്യക്തി ഇനി റോഡിലിറങ്ങിയാലും ഇത് ഉടനെ ആ വിഷ്വൽ മനസ്സിൽ വരും. അദ്ദേഹം ഒരു ഫംഗ്ഷന് പോയാലും മനസ്സിൽ വരും. ഈ പ്രോഗ്രാം ഡയറക്റ്റ് ചെയ്യുന്ന ജോസ് തോമസിനോട് അദ്ദേഹത്തിന് പോയി പറയാമായിരുന്നു, ഞാൻ ഈ അവാർഡ് മേടിക്കുന്നില്ല. അതിന് പകരം പുള്ളി ഡയറക്റ്റ് ചെയ്യുന്നു മൊത്തം. ജയരാജ് ഇവിടെ വരൂ, എനിക്ക് അവാർഡ് തരൂ. എത്രയാലും നോക്കുക, അദ്ദേഹത്തിന് 64 വയസ്സ് കഴിഞ്ഞു. ഇതൊരു ആസിഫ് അലി വളരെ ചെറുപ്പക്കാരനായ ഒരു നടൻ. ഒരിക്കലും നമ്മൾ വളരെ ഇതായിട്ട് പറയണം. ആസിഫ് അലിയുടെയൊക്കെ സിനിമ ഇറങ്ങുമ്പോൾ തിയേറ്ററിൽ ഫസ്റ്റ് ഡേ ആൾക്കാർ വരുന്നത് ആസിഫ് അലിയെ ഹീറോ ആയതുകൊണ്ടാണ്. അല്ല, രമേശ് നാരായണൻ്റെ പാട്ടുണ്ട് ഈ പടത്തിന് പോകാമെന്നുകൊണ്ട് ആരും പോയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഉണ്ട് ഇളയരാജ, AR റഹ്മാൻ, ഈവൻ നോക്കത്താ ദൂരത്ത് കണ്ടുനിന്നിട്ടൊക്കെ ഫാസിൽ ആ ഒരു ടീമിൻ്റെ, ബിച്ചു ചേട്ടൻ്റെ ഒക്കെ ആ ഒരു ടീമിൽ പാട്ടുകൾ കൊണ്ട് ഹിറ്റായിട്ടുണ്ട്. ശ്രീകുമാരൻ നമ്പി സാറിൻ്റെ പിക്നിക്കൊക്കെ അങ്ങനെയാണ്. ഇദ്ദേഹം കർണാട്ടിക് മ്യൂസിക് വളരെ സ്റ്റാൻഡേർഡായിട്ട് മ്യൂസിക് ചെയ്യുന്ന നല്ലൊരു മ്യൂസിക് ഡയറക്ടറാണ്. പക്ഷേ ഈ അഹംഭാവം എന്ന് പറയുന്നത് മനുഷ്യന് നല്ലതല്ല. ഇന്നലെ ആ വേദിയിൽ കണ്ടത് ശരിക്കും പറഞ്ഞാൽ വളരെ വേദനിപ്പിച്ചതാണ്. എനിക്ക് മാത്രമല്ല, അവിടെ ഇരുന്ന അതിൽ ഇന്ദ്രജിത്തിൻ്റെ എക്സ്പ്രഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് കാണുമ്പോൾ അറിയാം. ആസിഫ് അലി അവിടെ നിരപരാധിയല്ലേ? പുള്ളിയാണോ ഇതിൻ്റെ സംഘാടകൻ? പക്ഷേ ആസിഫ് അലി ഇപ്പോൾ സോറി പറയുന്നത് അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സ്, ഞാനിതൊന്നും വിഷയമാക്കുന്നില്ല എന്നുള്ള വലിയ മനസ്സ്. നോക്കൂ, പണ്ട് ഈ രമേശ് നാരായണൻ പണ്ഡിറ്റൊക്കെ ആവുന്നതിന് മുമ്പേ എനിക്കറിയാം 2006 ഇവിടെ ഒരു വലിയ ചാനലിൻ്റെ പ്രോഗ്രാം ചെയർമാൻ ഞാനായിരുന്നു. ആ ചാനൽ ഇപ്പോൾ ഇല്ല, ആദ്യം രാജിവെച്ച് പോയത് ഞാനാണ്. ഭാരത് TV എന്നാണ് ചാനലിൻ്റെ പേര്. തിരുവനന്തപുരം ചന്ദ്രശേഖരനാഥ് സ്റ്റേഡിയത്ത് ആദ്യമായി ഡൂം കെട്ടി. ഞാൻ ഒറ്റ കണ്ടീഷൻ പറഞ്ഞു, ഗാനമേള പറ്റില്ല, സിനിമാറ്റിക് ഡാൻസ് പറ്റില്ല. ആ കണ്ടീഷനിലാണ് ഞാൻ ആ പ്രോഗ്രാം വെക്കുന്നത്. സൂര്യകൃഷ്ണമൂർത്തിയാണ് പ്രോഗ്രാം ഡയറക്റ്റ് ചെയ്യുന്നത്. ഞാനും അദ്ദേഹം കൂടെ സംസാരിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു, പങ്കജുദാസ്, KS ചിത്ര, ശോഭന, പത്മ സുബ്രഹ്മണ്യം, ഇതുപോലെയുള്ളവരുടെ കൂടെ, അത് ഓൾ ഇന്ത്യൻ ആർട്ട് ഫോംസ്, എല്ലാ ആർട്ട് ഫോംസും കൊണ്ടുവരാം. എത്ര പൈസ അവിടെ നോക്കണ്ട. അങ്ങനെ ആദ്യമായി തിരുവനന്തപുരത്ത് ചന്ദ്രശേഖരനാഥ് സ്റ്റേഡിയത്ത് ഡൂം കെട്ടുന്നത് ഞാനാണ്. ടോയ്ലറ്റ് വരെ, ഡ്രസ്സിംഗ് റൂം വരെ, ബെഡ്റൂം വരെ അടുത്ത് സെറ്റ് ചെയ്തു. അങ്ങനെയായിരുന്നു ഞങ്ങൾ അവർക്ക് ആ ഒരു പ്രോഗ്രാം. അന്ന് ശ്രീ സൂര്യകൃഷ്ണമൂർത്തി എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ രമേശ് നാരായണൻ എന്നൊരു വ്യക്തിന് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ ആൾ. ഒരുപാട് കലാകാരന്മാരെ കൈ പിടിച്ച് കയറ്റിയൊരു വ്യക്തിയാണ് സൂര്യകൃഷ്ണമൂർത്തി. സൂര്യകൃഷ്ണമൂർത്തി എന്നോട് പറഞ്ഞു, വിനു, ഇതിനകത്ത് രമേശ് നാരായണന് കുറച്ച് സംഗീതം ചെയ്യാൻ. അപ്പോൾ MG രാധാകൃഷ്ണൻ ചേട്ടനും ദർശൻ രാമനും നമ്മുടെ തങ്കരാജുമാണ് മ്യൂസിക് ചെയ്യുന്നത്. അപ്പോൾ ഒരു പാട്ട് പുള്ളിയും ചെയ്യട്ടെ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ രമേശ് നാരായണനെ അന്ന് അറിയില്ല. അന്ന് പുള്ളി അത്രയും പോപ്പുലർ അല്ല. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പുള്ളി ഒരു എമൗണ്ട് പറഞ്ഞു, അതെല്ലാം കൊടുത്ത് റെക്കോർഡിങ് കഴിഞ്ഞു. പരിപാടി തുടങ്ങണതിൻ്റെ അന്ന് പറയുകയാണ്, തലേ ദിവസം പുള്ളി ഒരു പാട്ട് പാടും. നല്ല കാര്യം. അപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്നത് സിനിമാ പാട്ടല്ല, എല്ലാം പാട്രിയോട്ടിക് സോങ്സ് മാത്രം. ഹിന്ദിയുണ്ട്, മഞ്ചേരിയുണ്ട്, സയനോറയുണ്ട്, ട്രിവാൻഡ്രം കൃഷ്ണകുമാറുണ്ട്, KS ചിത്രയുണ്ട്. ഇങ്ങനെ സമയമായപ്പം പരിപാടിക്ക് പങ്കജുദാസും എല്ലാം എത്തി. സുനിൽ ഷെട്ടിയെ, നമ്മുടെ അന്തരിച്ചു പോയ സംഗീത് ശിവനാണ് എനിക്ക് ഗസ്റ്റായിട്ട് കൊണ്ടുവരുന്നത്. സമയത്ത് അരമണിക്കൂർ മുമ്പ് കൃഷ്ണമൂർത്തി അദ്ദേഹം എന്നോട് പറയുന്നു, വിനു, നിങ്ങൾ റേറ്റൊക്കെ സംസാരിച്ചല്ലേ, രമേശ് നാരായണൻ എന്തോ താങ്കളോട് പറയണം. ഞാൻ പുറത്തു ചോദിച്ചാൽ, എൻ്റെ രമേശ്, അത് എനിക്ക് എത്രയാണ് പറഞ്ഞു? അവന് 10,000 ഒരു പാട്ടിന്. അത് പോരെ, എനിക്ക് 25 രൂപ വേണം. ഞാൻ ചോദിച്ചാൽ എന്താ കാര്യം? അതെൻ്റെ മോളും കൂടെ പാടുന്നു. അപ്പോൾ എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ നേരെ ഞാൻ പറഞ്ഞു, മോള് പാടാൻ ഞാൻ പറഞ്ഞില്ല.
ഞാൻ അറിഞ്ഞിട്ടില്ല, ലിസ്റ്റിലും ഇല്ല, ഒന്നുമില്ല. അല്ല, അതിപ്പോൾ എന്തായാലും എനിക്ക് 25 കിട്ടണം. എന്നാൽ നിങ്ങളും പാടണ്ട, ഞാൻ മര്യാദയ്ക്ക് സ്റ്റേജ് പോയി. കാരണം 10 മിനിറ്റേ ഉള്ളൂ പ്രോഗ്രാം തുടങ്ങാൻ. ഇത് സൂര്യകൃഷ്ണമൂർത്തി ചോദിച്ചാൽ അറിയാം. സൂര്യകൃഷ്ണമൂർത്തിയാണ് ഇദ്ദേഹത്തെ ഇന്ന് തിരുവനന്തപുരത്തുകാർക്ക് ഇദ്ദേഹം കൂത്തുപറമ്പുകാരനാണ്. അവിടുന്ന് തിരുവനന്തപുരത്ത് വന്ന് പണ്ട് തരങ്കിണി ഞാനൊക്കെ സ്ഥിരം അറിയാലോ, ബൈജു, ഞങ്ങൾ ഷാജി കൈലാസ്, ഞങ്ങൾ വഴുതക്കാട്ടൊരു ഗ്യാങ്ങാണ്. ഇദ്ദേഹം അതുവഴി പോകുന്നതും ഒക്കെ കണ്ട് അതിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ വളർച്ചയിലൊക്കെ ഒരുപാട് സന്തോഷിച്ചവരാണ് ഞങ്ങളൊക്കെ. പക്ഷേ അന്ന് ആ പരിപാടിയും പുള്ളി കുളമാക്കിയിരുന്നെങ്കിൽ നമുക്കൊരു പരിപാടി ഏറ്റവും മനോഹരമാക്കുക കലാകാരൻ, അത് നമ്മൾ വളരെ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇതിൻ്റെ സംഘാടനം എന്ന് പറഞ്ഞാൽ ഭയങ്കര, ഇപ്പോൾ ഈ ചാനലിലിരിക്കുന്ന അഭിലാഷിന് ഇവിടെ എന്തെങ്കിലും ഒരു ഇത് വരുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷമം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമാണ്. ഭയങ്കര എത്രയോ പേരുടെ പ്രയത്നമാണ്. അതാണ് ജോസ് തോമസിനെ ഞാൻ ഇന്ന് വിളിച്ചപ്പോൾ ജോസ് തോമസ് പറഞ്ഞു, വിനു എന്നെ തലേദിവസം ഏൽപ്പിച്ചൊരു പ്രോഗ്രാം, അത് മാക്സിമം നന്ന, പ്രത്യേകിച്ച് MT വാസുദേവൻ സാർ എന്ന ഭാരതം ആദരിക്കുന്ന ഒരു വ്യക്തിയൊക്കെ ഉള്ള ഒരു ചടങ്ങിനെ പുള്ളി കയറി ഡയറക്റ്റ് ചെയ്തു, ഇവിടെ വാ എന്നിട്ട് തിരിച്ചു പിടിക്കേ, എന്തൊരു ആ വിഷ്വൽസ് ഒന്ന് കണ്ടുപോയിക്കേ. ജയരാജ്, പക്ഷേ എനിക്ക് തോന്നുന്നു ജയരാജിൻ്റെ ആംഗിളിൽ ഈ ആസിഫ് അലിയുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കുന്ന ഒന്നും കണ്ടിരിക്കാൻ സാധ്യതയില്ല. നോക്കൂ, അദ്ദേഹത്തിന് കാല് സ്വാധീനമില്ല, അത് ദൈവത്തിൻ്റെ ഒരു ഇതായിരിക്കാം. 2 കൈക്കും സ്വാധീനക്കുറവില്ലല്ലോ, ഒരു കൈ കൊണ്ട് അത് വാങ്ങിക്കുകയാണ്. എന്നിട്ട് ജയരാജിൻ്റെ കയ്യിൽ നിന്ന് 2 കൈ കൊണ്ട് സ്വീകരിക്കുന്നു. സത്യം പറഞ്ഞാൽ കണ്ണു നിറഞ്ഞു. ഞാൻ ആത്മാർത്ഥമായിട്ടാണ് ഈ പറയുന്നത്. ആരോടും ഇത് ചെയ്യരുത്. അതിവിടെ അവസാനിച്ചെങ്കിൽ പോലും ആരോടും ആ വിഷ്ണു ഒരു കൈ കൊണ്ട് വാങ്ങിച്ചിട്ട് അയാളുടെ മുഖത്ത് പോലും നോക്കാതെ ഇവിടെ ഒരു ജയരാജ് നിങ്ങൾ എനിക്ക് തരൂ. നോക്കൂ, കലാകാരന് വലിപ്പ ചെറുപ്പമില്ല. ഇതൊരു 5 ലക്ഷം രൂപയുടെ ഒരു ഫലകം ക്യാഷ് അവാർഡാണെങ്കിൽ ചെല്ലപ്പം കൊടുത്താലും വാങ്ങിക്കും. സംശയമുണ്ടോ? ഞാനും വാങ്ങിക്കും. അതുകൊണ്ട് അവാർഡിനാണ് വില, അത് ആര് തരുന്നു എന്നുള്ളതല്ല. ഭയങ്കര വിഷമം തന്നെയാണ്. നമുക്ക് എന്തായാലും ഈ പറഞ്ഞ പോലെ ഇന്ന് 3 മണി 3 ദിവസമായി ഇന്ന് 3 മണിക്ക് ആസിഫ് അലിയും അത് പറഞ്ഞുകൊണ്ടുകൂടി ഈ ടോപ്പിക്ക് ബഹുമാനപ്പെട്ട MN കാരശ്ശേരി അദ്ദേഹം പറഞ്ഞ പോലെ ആ ടോപ്പിക്ക് ഇവിടെ തീർന്നു. പക്ഷേ നമ്മൾ ചർച്ച നേരത്തെ പ്ലാൻ ചെയ്തതുകൊണ്ട് ഇത് പറയണം. കാരണം സൂര്യകൃഷ്ണമൂർത്തി എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് കലാകാരന്മാരെ കൊണ്ടുവന്ന കൂട്ടത്തിൽ ആ ഒരു വ്യക്തി സൂര്യകൃഷ്ണമൂർത്തിയുടെ ആ ഒരു ഇത് കാണിക്കണം. കാരണം കലാകാരന് ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് സൂര്യകൃഷ്ണമൂർത്തി. തീർച്ചയായിട്ടും. ഓക്കെ, അങ്ങനെ ഇപ്പോൾ നമുക്ക് ഇതൊക്കെ പഴയ കാര്യങ്ങളാണ്. ഇപ്പോൾ ഓരോ മനുഷ്യനെ സംബന്ധിച്ച് ഓരോ അനുഭവങ്ങളാണ് സ്വയം നവീകരിക്കാനും ഒക്കെ പാഠമാവുന്നു. ഇവിടെ എനിക്ക് തോന്നുന്നു ആസിഫ് അലി എടുത്തിട്ടുള്ള ഒരു നിലപാട് എനിക്ക് തോന്നുന്നു ശ്രീ രമേശ് നാരായണനും ഒരു സർപ്രൈസോ അതല്ലെങ്കിൽ അദ്ദേഹത്തിനും അതൊരു മാതൃകയായിരിക്കുമെന്ന്. ശ്രീ സജിൻ ബാബു, ഇപ്പോൾ സിനിമാ ഇൻഡസ്ട്രിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വഴക്കോ അതല്ലെങ്കിൽ ഈഗോ ക്ലാഷോ ഒക്കെ സാധാരണമാണ്. ഇപ്പോൾ ചില സിനിമകളെ കൂവി തോൽപ്പിക്കുന്നു, ഇന്ന ആളുടെ വളർച്ചയെ വെട്ടിയാലേ എനിക്ക് കടന്നു വരാൻ കഴിയും, ഇങ്ങനെയൊക്കെയുള്ള ഒരു അന്തരീക്ഷം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈവൻ പ്രധാനപ്പെട്ട ചലച്ചിത്ര താരങ്ങൾ തന്നെ അങ്ങനെയൊക്കെയുള്ള ചില വർത്തമാനങ്ങൾ ഭംഗ്യതരേണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈഗോ ക്ലാഷും അതുപോലെ തന്നെ ഒരുത്തനെ വലിച്ച് താഴെ ഇട്ടാലേ അടുത്തവനെ കയറാൻ പറ്റൂ എന്നൊക്കെയുള്ളൊരു സെനാരിയോ ഉള്ള ഒരിടത്ത് വളരെ പൊളൈറ്റായി യാതൊരു കുഴപ്പവുമില്ല, എനിക്ക് യാതൊരു വിഷമവുമില്ല എന്നൊരാൾ പറയുന്നതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാല്ലാതെ വേറെന്ത് ചെയ്യണം? തീർച്ചയായിട്ടും അതാണ് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ രമേശ് നാരായണൻ സാറും ആസിഫ് അലിയും തമ്മിലുള്ള വ്യത്യാസം പോലും അത് തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാര്യം ആസിഫ് അലി ഇന്ന് വന്നിരുന്ന് സംസാരിച്ചത് അദ്ദേഹത്തിന് ഇതേ രീതിയിൽ ഇപ്പം ജയരാജ് സാറിൻ്റെ കയ്യിൽ നിന്ന് അവാർഡ് മേടിക്കുമ്പോൾ പുള്ളിക്ക് ഒരു വിഷമം പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. ആസിഫ് അലി പറഞ്ഞത് അദ്ദേഹത്തിന് ശരിക്കും ഒന്ന് ഹർട്ട് പോലും ചെയ്തിട്ടില്ല. പിന്നീട് ഈ പ്രശ്നം ഇത്തരത്തിൽ ഈ വീഡിയോ പുറത്തു വരികയും അതോടൊപ്പം തന്നെ എല്ലാവരും ചർച്ചയാക്കുകയും ചെയ്തപ്പോഴാണ് അദ്ദേഹം അത് ശ്രദ്ധിക്കുകയും ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പം ഇതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം പണ്ട് ഈ ദേവരാജൻ മാഷിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, യേശുദാസ് സാറിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പല പഴയ സംഗീതജ്ഞന്മാരും പ്രമുഖരായിട്ടുള്ള ചലച്ചിത്ര പ്രവർത്തകരെയും കുറിച്ച് നമ്മൾ പല പഴയ തലമുറയിലെ ആൾക്കാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ എക്സ്പീരിയൻസിൽ എൻ്റെയൊക്കെ ചില എക്സ്പീരിയൻസുകളും ഈ നേരത്തെ വിനു ഗിരിയ സാർ പറഞ്ഞതുപോലെ പറയാനുമുണ്ട്. വളരെ പ്രശസ്തനായിട്ടുള്ളൊരു ക്യാമറാമാൻ ഒരു വേദിയിൽ വെച്ചിട്ട് പെരുമാറിയതും ഒക്കെ അതൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ തട്ടിക്കിടക്കുകയും ചെയ്യും. അപ്പോൾ അദ്ദേഹം എത്ര വലിയ ആളായാലും എത്ര വലിയ കല ചെയ്താലും എത്ര വലിയ രീതിയിലുള്ള സിനിമകൾ ചെയ്താലും നമുക്കൊരു റെസ്പെക്റ്റും തോന്നത്തില്ല എന്നുള്ളതാണ്. അന്ന് എനിക്ക് തോന്നുന്നു 15-16 വയസ്സിൽ എനിക്ക് ഉണ്ടായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. ഇത്രയും കാലം കഴിഞ്ഞിട്ടും അത് മനസ്സിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയുള്ള ഇതുപോലെയുള്ള ഈ പഴയ തലമുറയിൽപ്പെട്ട അതാണ് ഈ പഴയ തലമുറയും പുതിയ തലമുറയും തമ്മിലുള്ള വ്യത്യാസം. എല്ലാവരും പുതിയ തലമുറയ്ക്കാണ് റെസ്പെക്റ്റ് ഇല്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളുന്നത്. പക്ഷേ അതാണിപ്പോൾ ഇന്ന് ആസിഫ് അലി എന്താണെന്ന് നമുക്ക് കാണിച്ചു തന്നതെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു ചർച്ച ഇപ്പോൾ ഒരു നാടകക്കാരനാണ്, ഒരു നാടക കലാകാരനാണ് ഇതേ രീതിയിൽ വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഇത്ര പോലും ചർച്ചയ്ക്ക് എടുക്കത്തില്ലായിരുന്നു. ഇതൊരു സിനിമ താരവും അല്ലെങ്കിൽ ഇത് പറഞ്ഞ പോലെ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരു സംഗീതജ്ഞനും ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഗൗരവമായിട്ടും അല്ലെങ്കിൽ ഇതുപോലെ ഒരു ചർച്ച വന്നതും സോഷ്യൽ മീഡിയ മുഴുവൻ ഏറ്റെടുത്തതും. പക്ഷെ ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഓൾറെഡി എല്ലാവരും പറഞ്ഞു, ഇപ്പം കാരശ്ശേരി മാഷും പറഞ്ഞു, ഈ പറഞ്ഞ രാഹുൽ ഈശ്വറും ഒക്കെ പറഞ്ഞ ശുക്കൂർ മാഷും ഒക്കെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്
നമ്മുടെ സൊസൈറ്റിയിൽ ഈ പറഞ്ഞ ഇപ്പം നാളെ ഇപ്പം മമ്മൂക്കയും ബാലേന്ദ്രൻ ചുള്ളിക്കാടും ഒരേ സമയത്ത് മഹാരാജാസ് കോളേജിൽ പഠിച്ച രണ്ടാൾക്കാരാണ്. അവർ നാളെ ഏതെങ്കിലും തരത്തിലൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഹിന്ദുവായ ബാലചന്ദ്ര മേനോനെന്നും ഇസ്ലാമായിട്ടുള്ള മമ്മൂട്ടി എന്നും ചർച്ച വരുന്നതാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വലിയ പ്രശ്നം എന്നുള്ളതാണ്. ആ തരത്തിലോട്ട് നമ്മുടെ മലയാളികളുടെ ബോധം പഴയകാലത്തില്ലാതിരുന്നത് ഇപ്പോൾ എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനമായിട്ട്. അതാണ് ഈ ഒരു വിഷയത്തോടു കൂടി അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ടതെന്നാണ് എനിക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സത്യത്തിൽ തീർച്ചയായും അവിടെ കാരശ്ശേരി മാഷ് രണ്ടുപേര് തമ്മിലുള്ള പ്രശ്നം അവർ തന്നെ പരിഹരിച്ചു, പരസ്പരം സംസാരിക്കുകയും ചെയ്തു. ഫോണിൽ സംസാരിച്ച കാര്യം ആസിഫ് അലി പറഞ്ഞു. അദ്ദേഹം യാതൊരു തരത്തിലുള്ള വൈഷമ്യവും എനിക്കില്ല എന്നും പറഞ്ഞു. അതുകൊണ്ട് അവരുടെ വിഷയം അവിടെ കഴിഞ്ഞു. പക്ഷേ സമൂഹമാണ് ഇതിനെ പല റൂട്ടിലേക്ക് കൊണ്ടുപോയത്. രണ്ട് പേര് തമ്മിൽ ഒരാൾ അപമാനിതനാവുന്നു, അത് കണ്ട് എല്ലാവർക്കും സങ്കടം വരുന്നു. ആ സങ്കടം വന്നവർ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു. ഇത് സാധാരണ നിലയിൽ ഒരു പൗരസമൂഹത്തിൽ നടക്കേണ്ടതാണ്. അതിനപ്പുറത്ത് ഇത് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരാളെ മറ്റൊരാൾ വേറൊരു മേൽക്കോയ്മയുടെ ഭാഗമായി ചെയ്തതാണ്, ഇത് ബ്രാഹ്മണ്യമാണ്, ഇസ്ലാമോഫോബിയാണ് തുടങ്ങി ഒരുപാട് റൂട്ടുകളിലൂടെ ഈ ചർച്ച വഴിമാറിപ്പോയി സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ. എന്തുകൊണ്ടായിരിക്കും ഒരു വളരെ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഇമ്മട്ടിലൊക്കെ ചർച്ചയാവുന്നത്? അല്ല അഭിലാഷ്, ഞാനൊരു പഴയ കഥ പറയാം. ശ്രീബുദ്ധനെ ഒരാൾ വന്ന് രാവിലെ കഠിനമായി ചീത്ത പറഞ്ഞു. അപ്പോൾ ബുദ്ധൻ ചിരിച്ചുകൊണ്ട് കേട്ടുകൊണ്ടിരുന്നു. അയാളത് കഴിഞ്ഞിട്ട് ബുദ്ധൻ്റെ മുഖത്തടിച്ചു. അപ്പോഴും ബുദ്ധനൊന്നും പറഞ്ഞില്ല. അങ്ങനെ അദ്ദേഹം പോയി. വൈകുന്നേരമായപ്പോൾ വളരെ മനപ്രയാസത്തോടുകൂടി ഇയാൾ മടങ്ങി വന്നിട്ട് പറഞ്ഞു, അങ്ങനോട് ക്ഷമിക്കണം. ആ ബുദ്ധൻ എന്താ കാര്യം? അപ്പോൾ പറഞ്ഞു, ഞാൻ രാവിലെ വന്നിട്ട് അങ്ങേ ഒരുപാട് ചീത്ത പറഞ്ഞു. എന്നിട്ട് പിന്നെ ഞാൻ അങ്ങയുടെ മുഖത്തടിച്ചു. എന്നിട്ട് എനിക്കിപ്പോൾ അതിൽ വലിയ കുറ്റബോധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്നോട് മാപ്പാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ബുദ്ധൻ ചോദിച്ചു, നിങ്ങൾ ആ രാവിലെ കണ്ട ആളല്ല ആണോ? അല്ല. പിന്നെ ഞാനും ആ രാവിലെ കണ്ട ആളല്ല. പിന്നെ ഇനിയിപ്പോൾ ആരോട് മാപ്പാക്കാനാണ് എന്ന് പറഞ്ഞു എന്ന് ബുദ്ധചരിത്രത്തിലൊരു കഥയുണ്ട്. അപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ നമ്മളിത് വിട്ട് കളഞ്ഞു. അതാണ് വലിപ്പം എന്ന് പറയുന്നത്. അപ്പോൾ അത് വിടാതിരിക്കുക, അത് പിന്നെയും പിന്നെയും അത് കുത്തി മാന്തി പുണ്ണാക്കുക എന്ന് പറയുന്നത് ഇവരെ ഉപയോഗിച്ച്, ഈ ആസിഫ് അലിയെയും രമേശ് നാരായണനെ ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ ചില വൈകൃതങ്ങൾ ആവിഷ്കരിക്കുകയാണ്. ഒരവസരം കിട്ടി. എന്തിന്? ഒന്നുകിൽ ഒരു പ്രത്യേക മതക്കാരെ ചീത്ത പറയാൻ, അല്ലെങ്കിൽ ഒരു പ്രത്യേക ജാതിക്കാരെ ചീത്ത പറയാൻ, അവരുടെ മറ്റേ കാര്യങ്ങൾ ആരോപിക്കാൻ. ഇതിലിങ്ങനെ ഒരു സംഗതിയില്ല, വ്യക്തികൾ തമ്മിലുള്ള കാര്യങ്ങളാണിത്. അപ്പോൾ അത് അവർ തിരിച്ചറിഞ്ഞു. അത് എന്തുകൊണ്ടാണ് രമേശ് നാരായണൻ അങ്ങനെ പറഞ്ഞതെന്നുള്ളതിന് മറുപടി ആസിഫ് അലി തന്നെ പറഞ്ഞു. ആ സന്ദർഭത്തിൻ്റെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ പെരുമാറിപ്പോയി. ഒന്ന് വന്നുപോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണെന്നേ? ഇനിയിപ്പോൾ രമേശ് നാരായണൻ്റെ നാട്ടുകാരെയും അദ്ദേഹം ജനിച്ചു വളർന്ന കുടുംബത്തെയും അദ്ദേഹം ജനിച്ചു വളർന്ന സമുദായത്തെയും അദ്ദേഹത്തിന് വല്ല പാർട്ടി ഉണ്ടെങ്കിൽ ആ പാർട്ടിയെയും അദ്ദേഹത്തെ പഠിപ്പിച്ച ഗുരുനാഥന്മാരെയും അദ്ദേഹം കല്യാണം കഴിച്ച വീട്ടുകാരെയും ഒക്കെ ചീത്ത പറയാനുള്ള ഒരു അവസരമാക്കി എടുക്കുക എന്ന് പറയുന്നത് ആസിഫ് അലിയോട് കാണിക്കുന്ന അന്യായമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആസിഫ് അലി ഏത് വലുപ്പത്തിലാണോ നിൽക്കുന്നത് ആ വലുപ്പത്തിൽ നിന്ന് അദ്ദേഹത്തെ വലിച്ച് താഴെ ഇടാനുള്ള നമ്മുടെ ഇത് അങ്ങനെ പെരുമാറുന്ന ആളുകളുടെ ചെറുപ്പമാണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് വലുപ്പം മനസ്സിലാവുന്നില്ല, മാപ്പ് മനസ്സിലാവുന്നില്ല എന്ന് ഈ പറയുന്നത്. ക്ഷമിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ക്ഷമിക്കാൻ സാധിക്കാത്ത എങ്ങനെ സംസ്കാരമാകുമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഫ്രോയിഡ് പറയും, ദേഷ്യം കാണിക്കാൻ കല്ലെടുക്കുന്നതിന് പകരം വാക്കെടുത്തപ്പോൾ മനുഷ്യൻ്റെ സംസ്കാരമുണ്ടായി. അപ്പോൾ ഇത് വാക്കിലുള്ള ഹിംസയാണിത്. അപ്പോൾ ഈ ഹിംസ ഇതിപ്പം ആരൊക്കെ ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കുറേ ആളുകളെ സാമുദായികമായ ചേരിതിരിവിന് പ്രേരിപ്പിക്കുക, അതിലൂടെ വല്ല രാഷ്ട്രീയ നേട്ടോ മറ്റു വല്ല സാമുദായിക നേട്ടം ഉണ്ടാക്കുക, അല്ലെ ചീത്ത പറയുന്നതിൻ്റെ ഒരു ആനന്ദം. എനിക്കിത് നോക്കാൻ വളരെ വിഷമമാണ്. വല്ലപ്പോഴും കാണും എനിക്ക് വളരെ വിഷമം തോന്നുന്നു. എന്താ കാരണം വെച്ചാൽ അവരൊന്നും ഉദ്ദേശിക്കുന്നില്ല. അവരുടെ ഉള്ളിലെ കയ്പ്, വെറുപ്പ് അതങ്ങോട്ട് തുപ്പിക്കളയാം. എന്തൊരു കഷ്ടമാണ്. അതിപ്പോൾ എനിക്കിതിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ വാട്സപ്പ്, ഫേസ്ബുക്ക് തുടങ്ങിയുള്ള നവമാധ്യമങ്ങളിൽ അക്കൗണ്ട് തുടങ്ങുമ്പോൾ ആ അക്കൗണ്ട് തുടങ്ങുന്ന ആളുടെ ആധാർ കാർഡുമായിട്ട് അതിനെ ബന്ധിപ്പിക്കണം, അല്ലെങ്കിൽ ലൈസൻസുമായിട്ട്, അല്ലെങ്കിൽ പാസ്പോർട്ടുമായിട്ട്, അല്ലെങ്കിൽ ഇലക്ട്രൽ കാർഡുമായിട്ട്. എന്നെന്താ? അപ്പോൾ ഈ അളവിൽ പറയില്ല. ഇതിപ്പോൾ നിങ്ങളൊരു കള്ള പേരിലായിരിക്കാം,
നിങ്ങളൊരു കള്ള ഐഡിയയിലായിരിക്കാം, നിങ്ങൾ എതിർഭാഗത്തുള്ള ഒരാളാണ് എന്ന് ഭാവിച്ചിട്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ചെയ്യാൻ സൗകര്യം കൊടുക്കുന്ന ഒന്നാണ് നവമാധ്യമം. അത് നമ്മുടെ സംസ്കാരത്തെ നശിപ്പിക്കുകയും നമ്മുടെ സമൂഹത്തെ വിഭജിക്കുകയും ചെയ്യും. അത് ഒഴിവാക്കാനുള്ള അടിയന്തരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഈ നവമാധ്യമങ്ങളിൽ അക്കൗണ്ട് തുടങ്ങുന്ന ആളുകൾ അവരുടെ ഐഡന്റിറ്റി, ഒരു അക്കൗണ്ടേ പാടുള്ളൂ, ഒരു ഐഡന്റിറ്റിയെ പാടുള്ളൂ, നിങ്ങൾക്ക് ഒരു വ്യക്തിത്വമേ ഉള്ളൂ. നിങ്ങൾക്ക് പലതായിട്ട് വേഷം മാറാൻ, ഒടിമറയാൻ സാധിക്കുന്ന ഒരു അവസരം ഉണ്ടാവരുത്. അതായിരിക്കണം ഈ കാര്യത്തിൽ പുറത്തേക്ക് വരേണ്ട ചർച്ച എന്ന് ഞാൻ വിചാരിക്കുന്നു. യെസ്, അവിടെ ഷുക്കൂർ വക്കീൽ ശ്രദ്ധിക്കണം. ഇന്നിപ്പോൾ ആസിഫ് അലി തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ അദ്ദേഹത്തെ ചർച്ചയിൽ പങ്കെടുക്കാമോ എന്ന് ചോദിച്ച് അന്വേഷിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം ഇത് ഒരു പത്രസമ്മേളനം നടത്തി പറയാൻ ഉദ്ദേശിച്ചതേ അല്ല, വാർത്താലേഖകരോട് സംസാരിക്കണമെന്ന് വിചാരിച്ചതേ അല്ല. ആദ്യം വിചാരിച്ചത് ഈ വിഷയം കഴിഞ്ഞു എന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാം എന്നാണ്. അങ്ങനെയാണ് തീരുമാനിച്ചത്. പിന്നീട് ആ തീരുമാനം മാറ്റിയതാണ്. ആ തീരുമാനം മാറ്റാനുള്ള കാരണം ഈ സംഗതി കൈവിട്ടു പോവുകയാണ് എന്നൊരു തോന്നൽ വന്നയിടത്താണ്. അതായത് ഇത് റിലീജിയസ് ആയിട്ടൊക്കെ ചിത്രീകരിക്കുന്നു. ആസിഫ് അലി തന്നെ പറഞ്ഞത് റിലീജിയസ് ആയ തലത്തിലേക്ക് പോലും ഇതിനെ കൊണ്ടുപോകുന്നു. അപ്പോൾ ഞാൻ ഇത് വന്ന് നിങ്ങളുടെ മുമ്പിൽ വന്ന് ഇത് വ്യക്തത വരുത്തണം, ഇത് തീർക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ അദ്ദേഹത്തെ പിന്തുണച്ച, അദ്ദേഹത്തോട് ഐക്യദാർഢ്യപ്പെട്ട ഈ മനുഷ്യരോടൊക്കെ നന്ദിയുള്ളവരാകുമ്പോഴും ഇങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്, ഇങ്ങനെ ഒരു അപകടം കൂടി ഉണ്ട് എന്നുള്ളത് കൂടി പറയണ്ടേ? വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു സംഗതി തന്നെയാണ്. ഇപ്പോൾ ഈ നമ്മളെ പാനലിസ്റ്റുകൾ എല്ലാവരും ആ കാര്യത്തിൽ കൃത്യമായ നിലപാടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വളരെ ഗൗരവത്തിൽ നമ്മുടെ സൊസൈറ്റിയെ മതപരമായി വിഭജിക്കാനുള്ള വലിയൊരു ശ്രമം ഏത് ചെറിയ പ്രശ്നത്തിൻ്റെ പേരിൽ നടക്കുന്നുണ്ടെന്നുള്ളത് ഖേദകരവും ദുഃഖകരവുമാണ്. ഇപ്പോൾ നമ്മൾ ആസിഫ് അലിയുടെ ഈ ചർച്ച വരുന്ന, അതിന് താഴെ വരുന്ന കമൻറ്റുകൾ, ഇപ്പോൾ ഇന്നലെ ഞാനൊരു ടെലിവിഷൻ ചാനൽ ചർച്ച ചെയ്യണ്ടായി, താഴെ വരുന്ന കമൻറ്റുകളൊക്കെ ഇത് ഹെയ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ള സംഗതികളാണ്. ആസിഫ് അലി എന്ന് പറയുന്ന അദ്ദേഹം ഒരു പ്രത്യേക മതത്തിൻ്റെ ആളായിട്ട് നമ്മൾ കാണുന്നുണ്ടോ? നമ്മൾ അങ്ങനെ കാണൽ ശരിയാണോ? ആസിഫ് അലിയെ പോലെ കേരളം ബഹുമാനിക്കുന്ന, കേരളം ഇഷ്ടപ്പെടുന്ന പുതിയ തലമുറ വലിയ രീതിയിൽ അംഗീകരിക്കുന്ന ഒരു നടനെ അദ്ദേഹം ഒരു മതത്തിൻ്റെ ലേബിളിൽ വെച്ച് നമ്മൾ അദ്ദേഹത്തെ കാണുന്നുള്ളൂ. ഇന്ന് സമുദായക്കാരനായതുകൊണ്ടാണോ അദ്ദേഹം നമ്മൾ അംഗീകരിക്കുന്നത്? ഈവൻ രമേശ് നാരായണൻ തന്നെ, അദ്ദേഹത്തെ നമ്മൾ ഒരു മതത്തിൻ്റെ ആളായിട്ടാണോ കാണുന്നത്? നമ്മൾ കലാകാരന്മാർ അങ്ങനെ കാണാൻ പാടുണ്ടോ? നമ്മൾ മതം എന്ന് പറയുന്നത് തീർത്തും വളരെ വ്യക്തിപരമായ സംഗതിയും ഇപ്പം ഒരു പേരുണ്ടായത് കൊണ്ട് തന്നെ അവർ ശക്തമായ മതവിശ്വാസിയാണ് നമുക്ക് വിചാരിക്കാൻ കഴിയുമോ? മതം പ്രാക്ടീസ് ചെയ്യുന്നവരാണ് വിചാരിക്കാൻ കഴിയുമോ? ദൗർഭാഗ്യവശാൽ ആൾക്കാരുടെ പേര് വെച്ച് മനുഷ്യരെ വർഗീകരിക്കുന്ന ഒരു തെറ്റായ പ്രവണത വലിയ തോതിൽ കൂടി വരുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഈ അപകടം തിരിച്ചറിയാനുള്ള ഒരു വഴിയായിട്ട് നമ്മളിതിനെ കാണണമെന്ന് വിചാരിക്കുന്നത്. ഈ കാരശ്ശേരി സാറ് പറഞ്ഞ വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. സോഷ്യൽ മീഡിയയിലെ ഫേക്ക് ഐഡികൾ ഉണ്ടാക്കുന്ന വെറുപ്പും വിദ്വേഷവും നിയന്ത്രിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് നേരത്തെ അറിയാം, കേരള പോലീസ് ആക്റ്റും അതുപോലെ ഈ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലൊക്കെ ഈ റൈറ്റ് ടു സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആർട്ടിക്കിൾ 19 എക്സ്പ്ലനേഷൻ എന്ന നിലയിൽ എന്ത് പറഞ്ഞാലും അതിനെ നടപടി എടുക്കേണ്ട എന്ന് സുപ്രീം കോടതി പറയുകയും 68 എടുത്തു കളയുകയും ചെയ്തപ്പോൾ, അതുപോലെ നമ്മുടെ കേരള പോലീസ് ആക്ടിലെ 118 ഒക്കെ എടുത്തു കളഞ്ഞ സമയത്തുണ്ടായ ഒരു അപകടം എന്ന് പറയുന്നത് ആർക്കെതിരെയും പോലീസ് നടപടിയെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു. എന്ത് വൃത്തികേടുകളും സോഷ്യൽ മീഡിയ വഴി പറയാൻ കഴിയുന്നൊരു സാഹചര്യം വന്നു. ഈവൺ ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ വഴി ഒരാളെ അപമാനിക്കുന്ന രീതിയിലോ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ഒരു പോസ്റ്റ് ചെയ്താൽ നമ്മളിപ്പം കേരള പോലീസ് ആക്ട് 120 പ്രകാരമാണ് കേസ് എടുക്കേണ്ടത്. ആ കേസ് പോലും നേരെ പോലീസിന് പരാതി കൊടുത്താൽ പോലീസിന് എടുക്കാൻ കഴിയില്ല. ആ പരാതി കൊടുത്തു, ആ പരാതി കോഗ്നിസിബിൾ ഒഫൻസ് അല്ല എന്ന് CI എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ആ കടലാസുമായി മജിസ്ട്രേറ്റ് കോടതിയുടെ വരാന്തിയിലേക്ക് പോകണം. മജിസ്ട്രേറ്റിന് ബോധ്യപ്പെടണം ഇതൊരു കേസ് എടുക്കേണ്ട സംഗതിയാണ്. ആ മജിസ്ട്രേറ്റ് ബന്ധപ്പെട്ട പോലീസിന് അനുവാദം നൽകണം. വലിയൊരു പ്രോസസ്സാണ്. നമ്മുടെ വലിയൊരു അപകടം സോഷ്യൽ മീഡിയയിൽ വെച്ച് എന്ത് വൃത്തികേട് പറഞ്ഞാലും എന്ത് തോന്നിയാസം പറഞ്ഞാലും സമൂഹത്തെ ഛിന്ന ഭിന്നമാക്കുന്ന രീതിയിൽ എന്ത് അസഭ്യം പറഞ്ഞാലും അല്ലെങ്കിൽ മനുഷ്യൻ്റെ അന്തസ്സിനെയും അഭിമാനത്തെയും കെടുത്തുന്ന എന്ത് വൃത്തികേടുകൾ പറഞ്ഞാലും അതിനെതിരെ നിയമ നടപടി എടുക്കാൻ വേണ്ടി വലിയ കടമകൾ കടന്നു പോകേണ്ട ഒരു ഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ ഇത് സ്ത്രീകളെ, നമ്മുടെ സഹോദരിമാർ, പെൺകുട്ടികൾ എല്ലാവരും ഇത് ഫേസ് ചെയ്യുന്നുണ്ട്. അവർക്ക് ആർക്കും ഇത് തടയാനുള്ളൊരു നിയമം നമ്മുടെ സമൂഹത്തിലില്ല. സ്ട്രീറ്റിൽ നിന്ന് നിയമം ഉണ്ടാക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു പോയിരിക്കും. നമ്മൾ ഈ അഭിപ്രായ സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ആർട്ടിക്കിൾ 19 വളരെ ഗൗരവത്തിൽ കാണുന്ന ഒരു സൊസൈറ്റിയാണ്. പത്രക്കാർക്ക് സ്വാതന്ത്ര്യമുണ്ട്, മീഡിയക്ക് സ്വാതന്ത്ര്യമുണ്ട്, മനുഷ്യർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യമൊക്കെ ഒരു മറ്റുള്ളവരുടെ അഭിമാനത്തെയും മറ്റുള്ളവരുടെ സാമൂഹ്യ അന്തരീക്ഷത്തെ തകർക്കുന്ന രീതിയിൽ സമാധാനപരമായി ജീവിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കുന്ന രീതിയിലേക്ക് കടന്നു പോകുമ്പോൾ അതിനെ നിയന്ത്രിക്കാനുള്ള ഉത്തരവാദിത്വം ഭരണകൂടത്തിനുണ്ട്, നിയമനിർമ്മാണക്കാർക്കുണ്ട്, സമൂഹത്തിനുണ്ട്. ഇപ്പം നമ്മൾ 2013
നിർഭയ ഇഷ്യൂ വന്ന സമയത്ത് നമ്മൾ സ്ട്രീറ്റിൽ നിന്ന് സമരം നടത്തിയത് കൊണ്ടാണ് 2013 ക്രിമിനൽ ഭേദഗതി നിയമം ഉണ്ടായത്. 2013 ചരിത്രം നമുക്കറിയാലോ. കേരളത്തിൽ ഈ വർമ്മ കമ്മീഷൻ, സോണിയാഗാന്ധിയുടെ അധ്യക്ഷതയിലുള്ള UPA ഗവൺമെൻറ് വർമ്മ കമ്മീഷൻ അപ്പോയിൻ്റ് ചെയ്യുകയും വർമ്മ കമ്മീഷൻ സമഗ്രമായി പഠിച്ച് IPC CRPCയിലും പോക്സോ ആക്ടിലൊക്കെ എവിഡൻസ് ആക്ടിലൊക്കെ വലിയ മാറ്റം വരുത്തുകയും അത് വലിയ തോതിൽ നമ്മളെ പല ക്രൈമും തടയാൻ വേണ്ടി സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് സമാനമായ രീതിയിൽ കേരളത്തിലെ ഈ സ്ട്രീറ്റുകളിൽ നിന്ന് ഇങ്ങനെ ഒരു നിയമനിർമ്മാണത്തിലുള്ള ആവശ്യം സർക്കാരിലേക്ക് ഉയരേണ്ടതുണ്ട്. പലപ്പോഴും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുമ്പൊരു ഘട്ടത്തിൽ ഇതിന് ഇനിഷ്യേറ്റ് ചെയ്തപ്പോൾ നമ്മളെല്ലാം അത് വലിയ അപകടമാണെന്ന രീതിയിലേക്ക് വ്യാഖ്യാനിക്കുന്ന രീതിയിലുണ്ട്. സ്ത്രീകൾക്ക് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം, പൊതുപ്രവർത്തകർക്ക് ജീവിക്കാൻ കഴിയാത്ത സമയത്ത് എന്ത് അസഭ്യവും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞാൽ പോലും ആൾ തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യം, ഫേക്ക് ഐഡി ഉണ്ടാക്കുന്ന അപകടം വളരെ വലുതാണ്. ബഹുമാനപ്പെട്ട കാരശ്ശേരി സാർ പറഞ്ഞതുപോലെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് തുടങ്ങുമ്പോൾ നിങ്ങൾ ഐഡൻറ്റിഫിക്കേഷൻ വ്യക്തമാക്കുന്ന രീതിയിൽ ഇപ്പോൾ നമുക്കത് വെരിഫൈഡ് അക്കൗണ്ട് മാത്രമേ അഭിലാഷ് മോഹൻ്റെയോ ഷുക്കൂറിൻ്റെയോ ഒക്കെ വെരിഫൈഡ് അക്കൗണ്ടിൽ നീലട്ടിക്ക് കാണും. അത് നമ്മളതൊരു ഡോക്യുമെൻ്റ് കൊടുത്ത് വെരിഫൈ ചെയ്യണം. എല്ലാ അക്കൗണ്ടുകളും വെരിഫൈ ചെയ്യുകയും ഇന്ത്യയിൽ അല്ലാത്തവർക്ക് അക്കൗണ്ട് തുടങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്ന രീതിയിലേക്ക് നിയമനിർമ്മാണം വരണം. ഈ നിയമനിർമ്മാണം നടത്തുന്നത് ആരെങ്കിലും അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഇല്ലാതെയാക്കല്ല, മറിച്ച് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന സോഷ്യൽ ഫാബ്രിക്കിൻ്റെ കെട്ടുറപ്പ് തകരാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ സമൂഹം വലിയ തോതിൽ മതസൗഹാർദ്ദത്തെയും സ്നേഹത്തെയും പരസ്പര ബഹുമാനത്തെയും പരസ്പരം മനുഷ്യൻ്റെ ഇഷ്ടത്തെയും ആദരിക്കുന്നൊരു സമൂഹമാണ്. നമ്മൾ പരമ്പരാഗതമായിട്ട്, ഞാനൊക്കെ എൻ്റെ ചെറിയ പ്രായത്തിൽ എനിക്ക് അമ്മിഞ്ഞിപ്പാൽ തന്നവർ പോലും നമ്മൾ ഈ പറയുന്ന ഭാഷയിൽ മറ്റു സമുദായത്തിൽപ്പെട്ടവരാണ്. ഞങ്ങളങ്ങനെ ഒരു ചിന്ത പോലും നമുക്കുണ്ടായില്ല. ഞാനൊക്കെ എൻ്റെ ചെറിയ പ്രായത്തിലുള്ള എൻ്റെ ജീവിതം പോലും നമ്മളീ പറയുന്ന ഇന്നത്തെ ഒരു ഭാഷ ഉപയോഗിച്ച് അതർ കമ്മ്യൂണിറ്റിപ്പെട്ടവരാണ് എനിക്ക് പാല് തന്നത്. അങ്ങനെ ജീവിക്കുന്നവരാണ് മലയാളികൾ. നമുക്കൊരിക്കലും മതം നമ്മുടെ ജീവിതത്തെ ദുഷിപ്പിക്കുന്നൊരു വസ്തുവായി മാറിയിട്ടില്ല. നിർഭാഗ്യവശാൽ രാഷ്ട്രീയ പാർട്ടികൾ വോട്ടിന് വേണ്ടി മനുഷ്യനെ വലിയ തോതിൽ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ഇടയിൽ വലിയ ഭിന്നം ഉണ്ടാക്കുന്നുണ്ട്. അതിന് തടയാൻ ഉത്തരവാദിത്തം രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്, MLA-മാർക്കുണ്ട്, നിയമസഭയ്ക്കുണ്ട്, മന്ത്രിസഭയ്ക്കുണ്ട്. ഈ കാര്യത്തിൽ കേരളത്തിലെങ്കിലും ഇത്തരം വിദ്വേഷം തടയുന്ന രീതിയിലേക്ക്, മനുഷ്യനെ അപമാനിക്കുന്ന രീതിയിൽ, സമൂഹത്തിൽ വിദ്വേഷം പരത്തുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നവരെ കൂച്ചുവിലങ്ങാനുള്ള ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കണമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട കാരശ്ശേരി സാർ പറഞ്ഞതിൻ്റെ പിന്തുണയെ എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും. അവിടെ ശ്രീ രാഹുൽ ഈശ്വർ, ഇന്നിപ്പോൾ ആസിഫ് അലിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സെന്റ് ആൽബർട്ട്സ് കോളേജിലെ കുട്ടികൾ ഉയർത്തിയ ബാനറും പോസ്റ്ററും ഒക്കെ കണ്ടു കാണുമല്ലോ. എല്ലാവരും സിനിമാ നടൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ ആദരിക്കുന്നു, സ്നേഹിക്കുന്നു. അതിൽ വേറെ വികാരങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ രമേശ് നാരായണൻ്റെ പാട്ടും എല്ലാവരും അദ്ദേഹം ആര് എന്ന് നോക്കിയല്ലല്ലോ കേട്ടിട്ടുണ്ടാവുക. അങ്ങനെയല്ല കേൾക്കുക. നമ്മൾ സംഗീതം കേൾക്കുന്നത് അങ്ങനെയല്ല, നമ്മൾ അഭിനയം കാണുന്നത് അങ്ങനെയല്ല, സിനിമ കാണുന്നത് അങ്ങനെയല്ല. പക്ഷേ ചില വിഭാഗീയമായ സിദ്ധാന്തങ്ങൾ ഉത്ഭവിച്ചു. അതുകൊണ്ട് ഇന്ന് ആസിഫ് അലിക്ക് തന്നെ 2 വട്ടം പറയേണ്ടി വന്നു, ഹെയ്റ്റ് ക്യാമ്പയിൻ നിർത്തണം. ഇത് വളരെ സ്വാഭാവികമായി നടന്ന ഒരു ഐക്യദാർഢ്യത്തിൽ ഹെയ്റ്റിന്റെ എലമെന്റ് കൂടി വളരെ ചെറിയൊരു ന്യൂനപക്ഷമാണെങ്കിൽ കൂടി കൊണ്ടുവന്നതോടുകൂടി ഹെയ്റ്റ് ക്യാമ്പയിൻ നിർത്തണം എന്ന് പറയേണ്ടി വന്ന സാഹചര്യത്തെ നമ്മൾ അഭിസംബോധന ചെയ്യണ്ടേ? ഇവിടെ വളരെ ക്രിട്ടിക്കലാവുന്ന 2 കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ മമ്മൂട്ടി, മഹാനടനായ മമ്മൂട്ടി ഒരിക്കൽ പറയുന്നുണ്ട് ബാലേന്ദ്രൻ ചുള്ളിക്കാടിനോട്, ബാലേന്ദ്ര, പണ്ട് ഞാൻ നിന്നോട് സംസാരിച്ചാൽ നമുക്ക് തമ്മിൽ സൗഹാർദ്ദം, ഇന്ന് ഞാനും നീ സംസാരിച്ചാൽ മതസൗഹാർദ്ദമാണ്. ആ മതസൗഹാർദ്ദം എങ്കിലും വേണം. ഇവിടെ 2 അപ്രോച്ചസ് ഉണ്ട്. ഇപ്പോൾ ഷുക്കൂർ വക്കീൽ അല്ലെങ്കിൽ കാരശ്ശേരി മാഷൊക്കെ എടുക്കുന്നത് ഒരു ലിബറൽ പ്രോഗ്രസീവ് പോയിന്റ് ഓഫ് വ്യൂ ആണ്. ഞാൻ അങ്ങനെയല്ല, ഞാനൊരു ആസ്ഥാന ജാതിവാദി മതവാദിയുമാണ്. നമുക്ക് മതസൗഹാർദ്ദം വേണമെന്നുള്ളതാണ്, അവരുടെ നിലപാട് മതേതരത്വം വേണമെന്നുള്ളതാണ്. ഇത് 2 ആയാലും കുഴപ്പമില്ല, നമുക്ക് വിദ്വേഷം വേണ്ട എന്നുള്ളത് എല്ലാവരും യോജിക്കുന്നതാണ്. നമുക്കൊന്നെങ്കിൽ ഒരു മതേതരത്വത്തിന്റെ പരിപ്രേക്ഷ്യത്തിൽ നിന്ന് സംസാരിക്കാം, അല്ലെങ്കിൽ മതസൗഹാർദ്ദത്തിന്റെ, യോജിപ്പിന്റെ, പ്ലൂറലിസം എന്ന് പറയുന്നതും സെക്കുലറിസം, ഒരു നെഹ്റൂവിയൻ സെക്കുലറിസം ആകാം, അല്ലെങ്കിൽ ഗാന്ധിയൻ പ്ലൂറലിസം ആകാം, പ്രശ്നമില്ല. പക്ഷേ ഒരു ഗോഡ്സൈയുടെ അല്ലെങ്കിൽ അജ്മൽ അമീർ കസവിന്റെ രീതിയിലുള്ള ഒരു എക്സ്ട്രീമിസ്റ്റിലേക്ക് നമ്മൾ പോകരുത്. ഇതാണ് ഇതിന്റെ പൊസിഷൻ. ഇവിടെ 2 വിഷയങ്ങൾ വരുന്നുണ്ട്. അതായത് ഈ പല ആൾക്കാരും എല്ലാ കാര്യങ്ങൾക്കും ഒരു കാസ്റ്റ്, റിലീജിയസ് അടക്കമുള്ള കാര്യങ്ങളുടെ ചില എലിമെന്റുകൾ ചിലപ്പോൾ വന്നേക്കാൻ, വരാതിരിക്കാം. പക്ഷേ അതിനെ എടുത്തുയർത്തി തങ്ങളുടേതായ നിലപാടുകൾ പ്രചരിപ്പിക്കാൻ ഇതൊരു അവസരമായിട്ട് എടുക്കുകയാണ് പലരും. അവിടെയാണ് അതിൻ്റെ ഒരു പ്രശ്നം. അത് മനഃപൂർവ്വം ബോധപൂർവ്വം അങ്ങനെ ചിത്രീകരിക്കുകയും അവരുടെ ഇത് മാത്രമല്ല, മലയാള സിനിമ നന്നായിട്ട് വന്നാൽ കണ്ടോ ഇതിൻ്റെ പിന്നിൽ മട്ടാഞ്ചേരി മാഫിയാണ് എന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ട്. മലയാള സിനിമ നമ്മുടെ എല്ലാവരുടെയാണ്. അല്ലെങ്കിൽ നമ്മുടെ തിരുവനന്തപുരം ലോബി എന്ന് പറഞ്ഞാൽ നായർ ലോബി എന്നാണ് ഉദ്ദേശിക്കുന്നത്. തിരുവനന്തപുരം നായർ ലോബി അവർ അവിടെ കളിക്കുന്നതാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കോൺസ്പിറസി തിയറീസ്. മമ്മൂട്ടിക്കെതിരെ എന്തും ഭീകരമായ മഹാനടന മമ്മൂട്ടി നമ്മുടെ ഭാഗ്യമാണ്. മമ്മൂട്ടിയുടെ ഒരു പ്രത്യേക സിനിമയിലെ ചില നിലപാടുകളോട് വളരെ ബഹുമാന പുരസരം വിയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചൈൽഡ്ഹുഡിന്റെ നമ്മുടെ ഗ്രോയിങ് അപ്പിന്റെ പാർട്ടാണ് മമ്മൂട്ടി. മമ്മൂട്ടിയെ കണ്ടാണ് നമ്മൾ വളരുന്നത്. അപ്പം അതൊക്കെ നമ്മുടെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ്. ഇവിടെ ഒരു ചെറിയ പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ, അതായത് ഈ നേരത്തെ പറഞ്ഞ ഈ ലോ പറയുമ്പോൾ ശരിക്കും BJP ഗവൺമെന്റ് ഒരു ലോ പ്രപ്പോസ് ചെയ്തു, ഒരു പക്ഷേ ഓർമ്മ കാണും. ആ ലോയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സുബേർ എന്ന് പറയുന്ന
ഫാക്ട് ചെക്കറിനെ ഈ ഒരു സ്പേസ് വെച്ചാണ് ട്വിറ്റർ ചെയ്തു എന്ന് പറഞ്ഞത്. അതും ഒരു ബേസും ഇല്ലാത്ത രീതി ട്വിറ്റർ സുബൈർ എന്ന് പറയുന്ന ഒരു ഫാക്ട് ചെക്കർ അദ്ദേഹം ഒരു ട്വീറ്റ് ചെയ്തു. അത് മതസ്പർദ്ധ ഉണ്ടാക്കി. പാരഡി അക്കൗണ്ടിലെ അപ്പം അങ്ങനെ പ്രശ്നങ്ങൾ ഇത് മിസ്യൂസ് ചെയ്യാനുള്ള സ്കോപ്പ് വളരെ അധികമാണ്. അവിടെയാണ് ഇതിൽ എങ്ങനെ നമ്മളൊരു ബാലൻസ് പിടിക്കും എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് എവിടെയാണ് ഫ്രീ സ്പീച്ച് നിൽക്കുന്നത്, എവിടെയാണ് ഹെയ്റ്റ് സ്പീച്ച് തുടങ്ങുന്നത്, അത് വല്ലാത്തൊരു തിൻ ലൈനാണ്. പിന്നെ ഈ ഫേക്ക് ഐഡിയ ഉള്ള കാര്യം, അതിന്റെ ഒരു വാദം എന്ന് പറഞ്ഞാൽ അനോണിമിറ്റി വേണമെന്നാണ്, മറുഭാഗം എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി വേണമെന്നാണ്. ഒന്ന് രണ്ട് സിനിമകളുടെ റെഫറൻസ് കൂടെ പെട്ടെന്ന് പറഞ്ഞു നിർത്താം. ഇത് മലയാളി ഫ്രം ഇന്ത്യയിൽ രസകരമായി കാണിക്കുന്നുണ്ട്. എല്ലാ പാർട്ടിക്കും IT സെല്ലുണ്ട്. ഈ IT സെല്ലുകൾ ചെയ്യുന്നത് സ്വന്തം ആൾക്കാരെ പ്രകോപിപ്പിക്കാൻ മറ്റവനാണ് എന്ന് പറഞ്ഞിടും. അതായത് A പാർട്ടി നിൽക്കുന്നവൻ അവന്റെ പാർട്ടിക്കെതിരെ തന്നെ Bയുടെ പേരിലിടും. അങ്ങനെ ആവുമ്പോൾ സ്വന്തം പാർട്ടിക്കാർക്കിടയിൽ ഒരു ഊർജ്ജം ഉണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇവിടെ യഥാർത്ഥം സംഭവിച്ച നല്ല കാര്യം, അതായത് സോഷ്യൽ മീഡിയ കാലത്തെ ഏറ്റവും ചീത്ത കാര്യം എന്ന് പറഞ്ഞാൽ എന്തിനും കുത്തിപ്പൊക്കല. നമ്മുടെ 21ാം നൂറ്റാണ്ടിലെ ഡിജിറ്റലിലെ പ്രധാന ഹോബി എന്ന് പറഞ്ഞാൽ പണ്ട് എന്ത് ചെയ്തു, ഈ കുത്തിപ്പൊക്കലും കുത്തിത്തിരിപ്പുമാണ്. അതിനപ്പുറം വർഷങ്ങൾക്ക് ശേഷം വന്ന സിനിമയിലെ രസകരമായ ഒരു കാര്യമുണ്ട്. അതായത് നിവിൻ പോളി ഇതേപോലൊരു അറിയാതെ അദ്ദേഹം പറയുന്ന നെഗറ്റീവ് വേർഡ്സ് ഒക്കെ ഉപയോഗിച്ച് പറയുന്ന ഒരു കാര്യത്തിലൂടെ നിവിൻ പോളി വൈറലാകുന്നു, തിരിച്ചു വരുന്നു എന്ന രീതിയിലാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ വിനീത് ശ്രീനിവാസൻ ആ കാണിച്ച മാജിക് പോലെ ആസിഫ് അലി കേരളത്തിനൊരു മാജിക് കൊണ്ടുവന്നു, ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവന്നു, ആൾക്കാർക്ക് യോജിക്കാനായി. ഒരു കാര്യം കൂടെ പറയാൻ, 99% ഇടത് വലത് മധ്യം BJP കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ഇല്ലാതെ ഈ വിഷയത്തിൽ ഒരു കൺസെൻസസ് ഉണ്ടായത് വലിയ കാര്യമാണ്. BJP-കാരടക്കം ഇതിൽ പോസ്റ്റ് ഇടുമ്പോൾ ചിലപ്പോൾ സ്മൃതി ഇറാനിയുടെ പേരും കൂടി ഇടും. എന്നിരുന്നാലും കുഴപ്പമില്ല, ആസിഫ് അലിയെ എഗ്രി ചെയ്താണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും BJP-യും അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യനും ഇനി വിശ്വാസമില്ലാത്തവരും ആസിഫ് അലിയോടൊപ്പം എന്ന് പറയാൻ കഴിയുന്നതും ആസിഫ് അലി ഒരു പോയിന്റ് ഓഫ് യൂണിറ്റിയായി വളർന്നു വരുന്നതും അല്ലെങ്കിൽ ഇപ്പം വളർന്നതും വളരെ പോസിറ്റീവാണ്. അതിനെ ഒരു നോച്ചും കൂടെ ഹയറായിട്ട് ആസിഫ് അലിക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞു. അത് നമ്മുടെ നന്മയാണ്. ആ നന്മയെ എത്ര ഹൈലൈറ്റ് ചെയ്യാനും പാടില്ല. ഇത്തരം പോസിറ്റിവിറ്റിയിലൂടെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയട്ടെ. അവിടെ ശ്രീ വിനുഗിരീത്ത് കാര്യങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടുകയാണോ അതോ മോശമാണോ? നേരത്തെ ശ്രീ സജിൻ ബാബു പറഞ്ഞതുപോലെ പഴയ കാലത്ത് ഞാൻ വലിയ ആളാണ് എന്നൊരു വല്ലാത്ത ചിന്ത, ബാക്കി എല്ലാവരും എൻ്റെ അത്ര വരില്ല, മറ്റുള്ളവരോട് പുച്ഛം എന്ന ആ മനോഭാവം എനിക്ക് തോന്നുന്നു പുതിയ തലമുറയാകുമ്പോൾ നമ്മൾ എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാണ്. അവിടെ വലിപ്പച്ചെറുപ്പങ്ങളല്ല എന്നുള്ള നിലയിലേക്ക് ഇപ്പോൾ ചെറിയ കുട്ടികൾ, ഇപ്പോൾ ആൽബർട്ട്സ് കോളേജിലെ കുട്ടികൾ എന്ന് പറയുന്നത് പോലെ വലിപ്പച്ചെറുപ്പങ്ങൾ എന്നുള്ളത് മറന്ന് നമ്മളെല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യാണ്. ഇതൊരു ടീം വർക്കാണ്. ആ നിലയിലേക്ക് ഈ സിനിമയിലെയും വർക്ക് കൾച്ചർ മാറുമോ അല്ലെങ്കിൽ മാറുന്നുണ്ടോ? ഒരിക്കലും നോക്കൂ, പഴയ ഞാനിപ്പം എൻ്റെ ഫസ്റ്റ് സിനിമ ചെപ്പ് കിലുക്കണ ചങ്ങാതി, അതിനകത്ത് ബോബി കൊട്ടാരക്കര ഒരു നല്ല റോള് കൊടുത്തു ഞങ്ങൾ. അത് കഴിഞ്ഞിട്ട് നസീർ, കോട്ടയം നസീർ, നാദിർ ഷാ, നവാസ്, സൈനുദ്ദീൻ, ഇങ്ങനെ ഒരുപാട് പേര് സിനിമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എൻ്റെ ബ്രദറാണ്. കിരിയറ്റ് ബ്രദേഴ്സിൻ്റെ സിനിമയിലാണ് നസീർ ഏറ്റവും കൂടുതൽ അഭിനയിച്ചിരിക്കുന്നത്, കോട്ടയം നസീർ. അത് കഴിഞ്ഞിട്ട് മാട്ടുപ്പെട്ടി മച്ചാൻ എന്ന സിനിമ ഞാൻ നിർമ്മിച്ച് അതിൻ്റെ 35-ാം ദിവസം കൊട്ടാരക്കര സീന തിയേറ്ററിൽ ഞാനും അമ്പിളിച്ചേട്ടനും നവാസും നസീറും ജോസ് തോമസും ഉൾപ്പെടെ ചെല്ലുമ്പോൾ ബോബി കൊട്ടാരക്കര വീട്ടിൽ ട്രീറ്റ് തന്നപ്പോഴാണ് സത്യം ഞാൻ അറിയുന്നത് ബോബി കൊട്ടാരക്കര അബ്ദുൾ അസീസ് ആണെന്ന്. അതുവരെ ഞങ്ങൾക്ക് പുള്ളിയുടെ മതം അറിയില്ല. മലപ്പുറം ഹാജി മഹാനായ ജോജി എന്ന സിനിമ എഴുതിയവരാണ് ഞങ്ങളൊക്കെ. ഒരു വാക്കുകൊണ്ട് പോലും ആരെയും വേദനിപ്പിച്ചിട്ടില്ല. എല്ലാ മതസ്ഥരും ഒരുമിച്ച്, നസീർ സാറും മധു സാറും എല്ലാം ഒരു കാറിൽ ട്രാവൽ ചെയ്തിരുന്ന കാലം ഉണ്ടായിരുന്നു. സിനിമയിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന കാലമുണ്ടായിരുന്നു. ബഹദൂർ കായൊക്കെ ഞങ്ങളുടെ എത്രയോ സിനിമകളിൽ അഭിനയിച്ചിരിക്കുന്നു. ഞങ്ങളിലില്ല. പക്ഷേ ഇപ്പോൾ നേരത്തെ ബഹുമാനപ്പെട്ട ഷുക്കൂർ പറഞ്ഞതുപോലെ രാഷ്ട്രീയക്കാർ എൻ്റെ ഉൾപ്പെടെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കുന്നു നീ ഹിന്ദുവാണെന്ന്. ഇപ്പോൾ ഞാൻ ആസിഫ് അലിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. തിരിച്ചായിരുന്നെങ്കിൽ എനിക്ക് പൊങ്കാലയായിരുന്നേനെ. ഞാൻ പുഴു എന്ന സിനിമയുടെ ഇഷ്യൂ വന്നപ്പോൾ ഞാൻ മമ്മൂക്കയെ സപ്പോർട്ട് ചെയ്താണ് ഞാൻ സത്യസന്ധമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ സ്മൃതി ഇറാനി ഒരു കലാകാരിയായിട്ടും സ്മൃതി ഇറാനിയിൽ നിന്ന് അവാർഡ് വാങ്ങിക്കില്ല എന്ന് പറഞ്ഞ രമേശ് നാരായണൻ ഇന്നലെ വരെ ജയ് ആയിരുന്നെങ്കിൽ ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് അയാളെ സംഖ്യയാക്കി. പൂന്താനം പറഞ്ഞ പോലെ 2-4 ദിനം കൊണ്ടൊരുത്തനെ സംഖ്യയാക്കുന്നതും ബാക്കി ഞാൻ പറയുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിവിടെ വർഗീയ അങ്ങ് മാക്സിമം സിനിമയിൽ ഇപ്പോഴും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ. പക്ഷേ ഓഡിയൻസിലുണ്ട്. ഈ ഞാനിപ്പോൾ മാതൃഭൂമി പത്രം വായിക്കുന്നു. എനിക്ക് അതിനകത്തുള്ള കമൻറ്റ് എൻ്റെ മനസ്സിലാണ് പതിയുന്നത്. പക്ഷേ ഈ ചാനലിൽ വരുന്ന എൻ്റെ കമൻറ്റ് ബോക്സിലാണ് വരുന്നത്. ഈ ചാനലുകൾ കമൻറ്റ് ബോക്സുകൾ ആദ്യം സ്റ്റോപ്പ് ചെയ്ത് നോക്കൂ. ഇവിടെ പകുതി വർഗീയത ഇല്ലാതാവും. കമൻറ്റ് ബോക്സുകൾ എന്തിനാണ് എനിക്കത് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഇവരാരെങ്കിലും കാണുന്നുണ്ട്? ഞാനും കാണാറില്ല. ഒരുപാട് തെറികളൊക്കെ ആദ്യമൊക്കെ നമുക്ക് വല്ലാണ്ട് വിഷമം തോന്നി. ഇപ്പോൾ അത് ശ്രദ്ധിക്കാറില്ല. കാരണം ഒരു ജോലി ഇല്ലാത്തവരായിരിക്കുമല്ലോ കുത്തിയിരുന്ന് ഈ കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഈ വർഗീയത പറയണ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടം തോന്നി. ഇത് എവിടേക്കാണ് നമ്മുടെ നാടിൻ്റെ പോക്ക്? അതാണ് ബഹുമാനപ്പെട്ട ഷുക്കൂർ പറഞ്ഞത്. ഇത് രാഷ്ട്രീയക്കാരാണ്. ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നോക്കൂ,
സ്മൃതി ഇറാനിയും ഒരു കലാകാരിയായിരുന്നു. ആ കലാകാരിയിൽ നിന്ന് വാങ്ങിക്കുന്നതിനകത്ത് രാഷ്ട്രീയം വേണ്ട. ബഹുമാനപ്പെട്ട പ്രസിഡന്റായിരുന്നു രാംനാഥ് കോവിന്ദ്. അദ്ദേഹം ഏജ്ഡ് ആയതുകൊണ്ട് കുറേ പേർക്ക് കൊടുത്തില്ല. അതിനു മുമ്പേ എല്ലാം പ്രസിഡന്റായിരുന്നു, കൊടുത്തതൊക്കെ ശരിയായിരിക്കാം. പക്ഷെ അതേ രമേശ് നാരായണൻ ഇന്ന് ഇവിടെ ഇത്രയും അവഹേളിക്കപ്പെട്ടില്ലേ? ഒന്ന് ആലോചിച്ചു. അതാണ് കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കലാകാരന്മാർ അവാർഡിന് വില കൊടുക്കുക, ആര് തരുന്നു എന്നുള്ളതല്ല. വലിയവർ തന്നെ, ഈ വലിയവരില്ല, എല്ലാവരും വലിയവരാണ്. ഞാൻ തന്നെയാണ് വലുത്. കാരണം ഞാൻ അധ്വാനിച്ച് ജീവിക്കുകയാണ്. ഞാൻ ആരുടെ മുമ്പിൽ ചെന്ന് കൈ നീട്ടുന്നില്ല. അപ്പം ഞാൻ തന്നെയാണ് എനിക്ക് വലുത്. അങ്ങനെ എല്ലാവരും ചിന്തിക്കുക കലാകാരന്മാരെ. പിന്നെ ഒരാൾ കൊണ്ട് ഒരു സിനിമയും ചെയ്യാൻ പറ്റില്ല. ലൈറ്റ് ബോയ് തൊട്ട് ഡ്രൈവർ തൊട്ട് സംവിധായകൻ തൊട്ട് നിർമ്മാതാവ് തൊട്ട് ഓഡിയൻസ് ഉൾപ്പെടെയാണ് ഒരു സിനിമ വിജയിക്കുന്നത്. അഹങ്കാരം ഒന്നിനും ഒരു പരിഹാരമല്ല, തകർച്ചയിലേക്ക് തന്നെ നയിക്കും. ഇതൊരു നല്ല സന്ദേശവും സാറിന്റെ സ്പിരിറ്റിനോട് പൂർണ്ണമായി യോജിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഈ സെക്യുലറൈസേഷൻ പറയുമ്പോൾ അത് മുസ്ലിം ഐഡന്റിറ്റിയുടെ അദൃശ്യവൽക്കരണമാകരുത്, അല്ലെങ്കിൽ ഇൻവിസിബിലൈസേഷൻ ആകരുത്. ഉദാഹരണം, നമ്മുടെ കമൽ സാർ പറയാറുണ്ട്, എൻ്റെ പേര് കമാലുദ്ദീൻ എന്നാണ്, ഞാൻ പക്ഷേ കമലിനെ പറയാറുള്ളൂ. അങ്ങനെ കമൽ സാർ പറയുന്നത് നമ്മുടെ പരാജയമാണ്. നമ്മളെന്ന് പറഞ്ഞാൽ പൊതുസമൂഹത്തിന്റെ പരാജയമാണ്. താൻ ഏത് ഐഡന്റിറ്റി ആകാം, മുസ്ലിം ആകാം, ക്രിസ്ത്യാനിയാ, ഹിന്ദു ആകാം, ഇനി വിശ്വാസി അല്ലാത്തതാകാം, നമ്മുടെ ഐഡന്റിറ്റി മറച്ചു വെക്കാൻ ഒരു സമൂഹം പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഭരണഘടനയുടെ, നമ്മുടെ സംസ്കാരത്തിന്റെ പരാജയമാണ്. അപ്പൊ ഈ ഇൻവിസിബിലൈസേഷൻ അല്ല, അല്ലെങ്കിൽ അദൃശ്യവൽക്കരണമല്ല മതേതരത്വം എന്ന് പറഞ്ഞാൽ. ഞാൻ ഈ മതേതരവാദികളോട് ബഹുമാനപൂർവ്വം വിയോജിക്കുന്നത് എങ്ങനെയാണ്? നാളെ കമൽ സാറിന് കമാലുദ്ദീൻ തന്റെ പേര് പറയാൻ കംഫർട്ടബിൾ അല്ലെന്ന് തോന്നുന്നെങ്കിൽ അതൊരു രാഹുൽ ഈശ്വറിന്റെയോ അഭിലാഷിന്റെയോ പരാജയം, അല്ലെങ്കിൽ വിനുസാറിന്റെയോ പരാജയം. വളരെ കോൺഷ്യസ് ആയിട്ട് മതത്തെ അദൃശ്യവൽക്കരിക്കാൻ ആകണമെന്നില്ലല്ലോ. ഇപ്പൊ ഇദ്ദേഹം പറയുമ്പോഴാണ് അദ്ദേഹം ഈ ബോബി കൊട്ടാരക്കരയുടെ ശരിക്കും പേര് അബ്ദുൾ അസീസ് ആണെന്ന് എനിക്കറിയാവുന്നു. പക്ഷെ നമ്മൾ ബോബി കൊട്ടാരക്കരയുടെ ഒരു തമാശ കേട്ടിട്ട് ചിരിക്കാൻ നിന്നിട്ടില്ലല്ലോ. അദ്ദേഹം ഹിന്ദു ആണോ മുസ്ലിം ആണോ ക്രിസ്ത്യാനോ? ഞാൻ ഒരുപാട് മുസ്ലിം കമ്മ്യൂണിറ്റിയോട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്, അവർക്കും അറിയാം. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പലപ്പോഴും മുസ്ലിം നമ്മുടെ യുവത്വം അവരുടെ ഐഡന്റിറ്റി മറച്ചു വെക്കുന്നു എന്ന ചിന്തയിലേക്ക് ചിലരെങ്കിലും വിഷമം കൊണ്ടായിരിക്കും പോകുന്നത്. അത് നമ്മുടെ പരാജയം, നമ്മുടെ എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ പരാജയമാണ്, അതിലേക്കല്ല. അപ്പം മതേതരത്വത്തിന്റെ പേരിൽ മുസ്ലിം ഇൻവിസിബിലൈസേഷൻ അല്ല, അദൃശ്യവൽക്കരണമല്ല, പകരം എല്ലാ ഐഡന്റിറ്റിയും സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ള കാര്യത്തിലേക്ക് വേണം. അപ്പം കമാലുദ്ദീൻ സാർ അല്ലെങ്കിൽ കമൽ സാർ നമ്മുടെ അഭിമാനമാണ്. അദ്ദേഹത്തിന്റെ ഈ പുഴയും കിടന്നൊക്കെ എത്രയോ കണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ജിഷ്ണുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സിനിമ നമ്മൾ ജിഷ്ണു ഒക്കെ എൻ്റെ അടുത്ത സുഹൃത്താണ്, അല്ലെങ്കിൽ നമ്മുടെ ഭാവന അടക്കം പലരും വന്നൊരു സിനിമയാണ്, സിദ്ധാർത്ഥ അടക്കം. അപ്പോൾ മുസ്ലിം ഐഡന്റിറ്റി ഇൻവിസിബിലൈസേഷൻ അല്ല, അദൃശ്യവൽക്കരണം അല്ല മതേതരത്വം, നമ്മുടെ മതസൗഹാർദ്ദമാണ്, ബഹുസ്വരതയാണ്. അതുകൊണ്ട് സെക്യുലറിസത്തിന്റെ പേരിൽ ആരെയും ഞങ്ങൾ മതേതരവാദികളാണെങ്കിൽ ഞങ്ങളുടെ മുസ്ലിം ഐഡന്റിറ്റി കാണിക്കരുത്, ഞാൻ ഉള്ളിലേക്ക് വെക്കണമെന്ന ചിന്ത പോകരുത് എന്നും കൂടി ആഡ് ചെയ്യാൻ. ഒരു കാര്യം കൂടെ പറയട്ടെ, കമലിന്റെ ആയുഷ്കാലം എന്ന സിനിമ എഴുതിയത് ഞങ്ങളാണ്. ആ സിനിമ എഴുതുമ്പോൾ ഞങ്ങൾ കൊടുങ്ങല്ലൂർ പോയി ഡെയിലി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നാണ് മിക്ക ദിവസവും ഭക്ഷണം കഴിക്കുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് മസ്ജിദ് ഒന്ന് കാണണം, കാരണം ഞാൻ കണ്ടിട്ടില്ല. കാരണം ആദ്യത്തെ മസ്ജിദ് അതാണെന്ന് അദ്ദേഹം നമ്മളെ കൊണ്ട് കാണിച്ചു. ഈ കമാലുദ്ദീനാണെന്നൊക്കെ ഈ പറഞ്ഞ പോലെ അറിയാം. അദ്ദേഹത്തിൻ്റെ ഇഷ്യൂ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്താണ് സംസാരിച്ചത്. കാരണം നമുക്ക് സത്യസന്ധമായിട്ട് സംസാരിക്കാം. സിനിമ കലാകാരന്മാരുടെ ഇടയിൽ ഇല്ലെങ്കിലും ജനങ്ങളുടെ ഇടയിൽ വർഗീയത കൂടി വരികയാണ്. തീർച്ചയായും അതായത് ആശങ്കാജനകമായിട്ടുള്ള കാര്യമാണ്. സജിൻ ബാബു, ഇവിടെ ഇപ്പോൾ എന്തായാലും പുതിയ തലമുറയുടെ കാര്യം താങ്കൾ സൂചിപ്പിച്ചല്ലോ. ഒരു വർക്ക് ചെയ്യുന്നു, ആ പ്രൊജക്റ്റിൽ പങ്കെടുക്കുന്നവരെല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. ആ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും തുല്യവേതനം എന്നുള്ളത് അസാധ്യമാണ് എങ്കിൽ പോലും അതൊരു ബിസിനസ് കൂടിയാണല്ലോ. ബഹുമാനം, അതല്ലെങ്കിൽ ഒരാളുടെ വർക്കിനെ മറ്റേയാൾ അപ്രീഷിയേറ്റ് ചെയ്യൽ, ഇത് പറ്റുന്ന കാര്യമാണ്. അത് ആ നിലയ്ക്ക് തന്നെ നടക്കുന്നുണ്ടോ? ഇപ്പോൾ ഈ ആസിഫ് അലിയുടെ സംഭവത്തോടു കൂടിയൊക്കെ ആ കൾച്ചറിന് കുറച്ചുകൂടി ആ നിലയ്ക്കുള്ള ഒരു മുന്നോട്ട് പോക്കുണ്ടാവുമോ? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ ഒരു സംഭവത്തോടു കൂടി ഇപ്പൊ ഇതൊരു പാഠമായിട്ട് പലരും ഈ പറഞ്ഞതുപോലെ ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും നിരീക്ഷണത്തിലാണ് എന്നുള്ളൊരു കാര്യം കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു കുറച്ച് ബോധവാന്മാരാവാൻ ഈ ഒരു സംഭവം സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ ഈ ഇപ്പം രാഹുൽ ഈശ്വർ പറഞ്ഞ പല കാര്യത്തോടും എനിക്ക് വിയോജിപ്പുകളുണ്ട്. അപ്പോൾ ഇതല്ല ഇതൊരു അവസരം എന്നുള്ളതുകൊണ്ടും ഇതല്ല ചർച്ചയുടെ വിഷയം എന്നുള്ളതുകൊണ്ടും ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതൊരു പാഠമാണ്, ഇതൊരു ഒരു തിരിച്ചുപോക്കാണ്. പലരും ഇതുപോലെ പെരുമാറുന്ന പലർക്കും അവരൊക്കെ ഈ പറഞ്ഞ പോലെ ഓഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പലരെയും ഐഡന്റിറ്റി പല സമയങ്ങളായിട്ട് കഴിഞ്ഞ ഒരു 3-4 കൊല്ലങ്ങളായിട്ട് നമ്മുടെ മുന്നിൽ പൊളിഞ്ഞു വീഴുന്നുണ്ട്. അവരൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട്, നമ്മൾ വലിയ കൊമ്പത്ത് വെച്ചിരുന്ന പല ആൾക്കാരെയും. അപ്പോൾ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിലും ഇതിപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പുതിയ ഒരാളുടെ സിനിമ അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ എവിടെയെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടാൽ പോലും പല സ്ഥലത്തുനിന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പം തമിഴ്നാട്ടിലൊക്കെ ഉള്ള ഫിലിം മേക്കേഴ്സ് കേരളത്തിലുള്ള ഈ ഫിലിം മേക്കേഴ്സിൻ്റെ നമ്പർ തപ്പിപ്പിടിച്ച് അവരെ വിളിക്കുകയും അവരെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ഇവിടുത്തെ പല ആൾക്കാരും അത് ചെയ്യുന്നില്ല.
അതിനൊരു മടിയാണ് മലയാളികൾ പല രീതിയിൽ പറയുന്നുണ്ട്. അങ്ങനത്തെ ആ മടിയൊക്കെ ഇപ്പോഴും പലർക്കും ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ പുതിയ തലമുറയിലുള്ള ആൾക്കാരൊക്കെ എനിക്ക് തോന്നുന്നു പലരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുകയും സംസാരിക്കുകയും അവരെ വർക്കുകളെ കുറിച്ച് ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഇപ്പോഴും മലയാള സിനിമയിൽ ഈ പറഞ്ഞതുപോലെ അഹങ്കാരത്തിൻ്റെയും ഈഗോയുടെയും ഞാനെന്ന ഭാവത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഒരുപാട് പേര് മുന്നോട്ട് പോകുന്നത്. അതേസമയം ഈ പറഞ്ഞ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാർ, വലിയ വലിയ സംവിധായകർ പലരെയും വിളിക്കുകയും അത് എനിക്കും നേരിട്ട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതേസമയം ഈ മലയാള സിനിമയിലെ ഈ കൊമ്പന്മാരായിട്ടുള്ള വലിയ പേരുകളുള്ള എനിക്ക് തോന്നുന്നു പഴയ ആൾക്കാർ ആരെയും വിളിക്കുകയും ഇതൊന്നും ചെയ്യുന്നില്ല. പക്ഷെ അതേസമയം എനിക്ക് തോന്നുന്നു അതിനൊക്കെ ഒരു മാറ്റം ഇത് കൊണ്ടുവരും. ഈ ഒരു സംഭവത്തിന് അതിനൊക്കെ എനിക്ക് തോന്നുന്നു പലതരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ ഈ ഒരു സംഭവത്തിന്റെ പോസിറ്റീവും നെഗറ്റീവും നമ്മൾ കാണണമെന്നുള്ളതാണ്. ഇതിന്റെ ഒരു നെഗറ്റീവ് വശത്തെക്കുറിച്ച് മാത്രമാണ് നമ്മൾ സംസാരിച്ചത്. ഇപ്പം നേരത്തെ ആണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു വലിയ ആൾ വന്നിരുന്ന ഒരു പത്രത്തിലോ അല്ലെങ്കിൽ ചാനലിലോ അല്ലെങ്കിൽ അയാൾക്കൊരു സ്പേസ് കിട്ടുന്നിടത്ത് മാത്രമാണ് പറയാൻ പറ്റുന്നത്. അതേസമയം സോഷ്യൽ മീഡിയയിൽ ആർക്കും എന്തും എഴുതാൻ പറ്റുന്നത് പോലെ തന്നെ അവരവരെ കുറിച്ച് നല്ല രീതിയിലുള്ള കാര്യങ്ങളും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും അവരവരുടെ അഭിപ്രായങ്ങളും പ്രകടിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെയുള്ള പല ഈ പൊയ്മുഖങ്ങളും പൊളിഞ്ഞു പോകുന്നതും പലപ്പോഴും നമ്മൾക്ക് മനസ്സിലാവുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ രണ്ടിനും രണ്ട് രീതിയിൽ തന്നെയാണ് നമ്മൾ കാണേണ്ടത്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈവൻ നമ്മുടെ രമേശ് നാരായണൻ സാറിന്റെ കാര്യം ഉൾപ്പെടെ തന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഈ പലർക്കും അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്, അദ്ദേഹത്തിന് ഇതുപോലുള്ള അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്, അദ്ദേഹത്തിന് പലതരത്തിലുള്ള വലിയ അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ പുതിയ തലമുറയിൽപ്പെട്ട പലർക്കും അദ്ദേഹത്തെക്കുറിച്ച് അറിയില്ല. ഇന്ന് അതിൻ്റെ തന്നെ ആ പ്രോഗ്രാമിൻ്റെ തന്നെ ആങ്കർ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചതാണ്. അവർക്കറിയാം ഇദ്ദേഹത്തിൻ്റെ പേര് ഇതല്ല എന്ന്, പക്ഷെ എന്താണ് പേരെന്ന് അവർക്ക് അറിയത്തില്ല. അവർ തന്നെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തലമുറയിൽ ഇപ്പോൾ രമേശ് നാരായണൻ സാറിൻ്റെ വർക്കുകളെ കുറിച്ചും ഒക്കെ പലരും സംസാരിക്കുകയും ഡിസ്കസ് ചെയ്യുകയും ചർച്ച ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആസിഫിൻ്റെ കാര്യമാണെങ്കിൽ പോലും ആസിഫിന് ഇന്ന് അദ്ദേഹത്തിൻ്റെ ഇതിൽ മീഡിയ അഡ്രസ്സ് ചെയ്തപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, എനിക്ക് ഇത്രയും ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നു, എന്നെ ഇത്രയും ആൾക്കാർക്ക് അറിയാം എന്നുള്ളത് എനിക്ക് ഇന്നലെ കൊണ്ട് തിരിച്ചറിഞ്ഞു എന്നെ എന്തൊക്കെ അദ്ദേഹം പറയുമ്പോൾ ഇതിന്റെ അതൊക്കെ തന്നെ എനിക്ക് പിന്നെ സോഷ്യൽ മീഡിയയുടെ വളരെ ശക്തമായ ഇടപെടൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ പറഞ്ഞ മാപ്പും ഖേദപ്രകടനവും ഒക്കെ ഉണ്ടാകില്ലായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ പോസിറ്റീവായ അവസ്ഥ കാണാതെ പോകുന്നില്ല. ആ ഒരു പോയിന്റ് ഇതിന്റെ രണ്ട് വശവും കാണണമെന്നുള്ള പോയിന്റ് ഞാൻ എടുക്കണം. എനിക്കൊരു ഇടവേള അത്യാവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം പറയാം. ചർച്ച അവസാനത്തെ മിനിറ്റിലാണ്. കാരശ്ശേരി മാഷ്, നമുക്കിത് ഈ ചർച്ച അവസാനിപ്പിക്കാം. ഒപ്പം എന്തായാലും ഇത് അവസാനിപ്പിക്കണം, ഇതുമായി ബന്ധപ്പെട്ട് ഇനി ചർച്ചകൾ ഉണ്ടാവരുത് എന്ന് ആസിഫ് അലി തന്നെ താല്പര്യപ്പെടുകയാണ്. നമ്മുടെ സമൂഹവും ഈ ചാപ്റ്റർ അടയ്ക്കുമെന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ടോ? നിർഭാഗ്യവശാൽ അങ്ങനെ വിചാരിക്കാൻ എനിക്ക് നിവൃത്തിയില്ല അഭിലാഷ്. എന്താ കാരണം എന്ന് വിചാരിച്ചാൽ ഈ സൗകര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനവൻ്റെ ഉള്ളിലെ മനോവൈകൃതം വേറെ മതക്കാരോടോ ജാതിക്കാരോടോ ഭാഷക്കാരോടോ പാർട്ടിക്കാരോടോ ഒക്കെ ഉള്ള വെറുപ്പ് ആവിഷ്കരിക്കാനാണ് പലരും ഫേസ്ബുക്കിലും വാട്സപ്പിലും കമൻ്റ് ഇടുന്നത് തന്നെ. അവരുടെ കമൻറ്റിൻ്റെ അവരുടെ ദൗത്യം അവരുടെ ഈ കയ്പ് പുറത്തേക്ക് തുപ്പിക്കളയെന്നുള്ള. അതിന് നിയമ നടപടിയിൽ ആദ്യം ചെയ്യേണ്ടത്, ഞാൻ അത് ആവർത്തിക്കുകയാണ്, അക്കൗണ്ട് തുടങ്ങുമ്പോൾ ഒരാൾക്ക് ഒരു അക്കൗണ്ടേ പാടുള്ളൂ, അത് അയാളുടെ സ്വന്തം പേരിലാവണം. അതിന് നമുക്ക് വാട്സപ്പിൻ്റെ ലൈസൻസിനോടോ പാസ്പോർട്ടിനോടോ ഇലക്ട്രോണിക് കാർഡിനോടോ ആധാർ കാർഡിനോടോ റേഷൻ കാർഡിനോടോ ഒക്കെ ബന്ധിപ്പിച്ചാൽ കഴിഞ്ഞു. എന്നാൽ പിന്നെ ഇങ്ങനെ പറയില്ല. കാരണം ഇസ്ലാമിനെതിരായിട്ട് ഹിന്ദുക്കൾ വർത്തമാനം പറയുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഹിന്ദു പേരിൽ ഒരു മുസ്ലിം വന്ന് വർത്തമാനം പറയാം. അതുപോലെ ഹിന്ദുക്കൾക്കെതിരായിട്ട് മുസ്ലിങ്ങൾ വലുതും ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഒരു മുസ്ലിം പേരിൽ ഒരു ഹിന്ദു വന്നിട്ട് പറയാം. അല്ലെങ്കിൽ ഒരു പെണ്ണിൻ്റെ പേരിൽ വരെ തോന്നിയ ദിവസം പറയാം. ഇങ്ങനെ ഇതൊക്കെ ഒളിത്താവളങ്ങളാണ്, ഒളിയിടങ്ങളാണ്. ആ ഒളിത്താവളം ഇല്ലാതെ ആയാൽ മാത്രമേ നമ്മുടെ സോഷ്യൽ മീഡിയ ക്രിയാത്മകമായി പോസിറ്റീവായിട്ട് പെരുമാറുകയുള്ളൂ. പിന്നെ ഇവിടെ നടപടി വരുന്നില്ല എന്നുള്ളത് വളരെ ആവർത്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ആ തരത്തിലുള്ള പെരുമാറ്റങ്ങൾക്ക് രാഷ്ട്രീയ രംഗത്ത് വലിയ കോളിളക്കങ്ങൾ ഉണ്ടാക്കിയ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് പോലും നടപടിയെടുക്കാൻ ആരാണെന്ന് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ തീരുന്നത് ഈ ഐഡി ഉണ്ടാക്കുമ്പോൾ തന്നെ അതിനൊരു മുൻകരുതൽ എടുക്കണം. മറ്റെന്തെല്ലാം കാര്യത്തിൽ നമ്മൾ മുൻകരുതൽ എടുക്കുന്നു. ഇപ്പോൾ ഇൻകം ടാക്സിൻ്റെ കടലാസുകൾ, നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഒക്കെ ആധാർ കാർഡിനോട് ബന്ധിപ്പിക്കണമെന്ന് തോന്നുന്നു. ഇതുപോലെ പറഞ്ഞാൽ പോരെ, നമ്മുടെ
ഫേസ്ബുക്കിലെ വാട്സപ്പിലെ എന്തായാലും നമ്മുടെ സാമൂഹ്യ വ്യവഹാരങ്ങൾ ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട്. അത് ഓൺലൈനിലാണെങ്കിലും ഓഫ്ലൈനിലാണെങ്കിലും എന്ന കൺക്ലൂഷനിൽ നമുക്ക് അവസാനിപ്പിക്കാം. വളരെ നന്ദി. എൻ്റെ എല്ലാ പാനലിസ്റ്റുകൾക്കും ഹൃദയംഗമമായ നന്ദി. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.